Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റേൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 232ാമത്തെ ലൈവ് വെബിനാർ ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുകയാണ്. നമ്മുടെ വെബിനാർ ആരംഭിക്കുന്നത് പാട്ടുപാടി പ്രാർത്ഥിച്ചാണല്ലോ. ഇന്ന് ഗാനം ആലപിക്കുവാനായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ലൈറ്റർ ടു ലൈറ്റേണിന്റെ അഡ്മിന്മാരിൽ ഒരാളായ ശ്രീ ബെന്നി തോമസ് പരിമണത്തിനെയാണ്. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. ചെറിയ പ്രായത്തിലൊക്കെ ആകാശവാണിയിൽ ഗാനം ആലപിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ അമേരിക്കയിൽ നോർത്ത് കരോലിനയിലെ ഇടവകയുടെ അംഗമാണ്. അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിനെ ഗാനം ആലപിക്കുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നന്ദി അർപ്പിക്കുന്ന ഒരു ഗാനമാണ് ആലപിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഗാനം, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്ന ഗാനം. നാം എല്ലാവരും ഒരു പുതിയ വർഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവനമ്പുരാൻ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിക്കുന്ന ഒരു ഗാനം ആലപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഗാനമാണ് ആലപിച്ചത്. കേട്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു. നല്ല സന്തോഷത്തോടു കൂടിയാണ് കേട്ടത്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇത്ര മനോഹരമായിട്ട് പാടുമെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്.
ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട പി മാത്യു അച്ഛനെയാണ്. അച്ഛനെ പറ്റി പറയുമ്പോൾ നമ്മുടെ അനവധി വെബിനാറില് സംബന്ധിച്ചിട്ടുള്ള വ്യക്തിയാണ്. മർത്തോമ സഭയിലെ ദൈവശാസ്ത്ര അധ്യാപകനായിട്ട് ഒരുപക്ഷെ മർത്തോമ സഭയിലെ അച്ഛന്മാരിൽ ഏറ്റവും കൂടുതൽ സെമിനാരി ദൈവശാസ്ത്ര അധ്യാപകനായിട്ട് സേവനം ചെയ്തത് പി മാത്യു അച്ഛനായിരിക്കും. മിക്കവാറും എല്ലാ സഭയുടെ എല്ലാ വിദ്യാഭ്യാസ ദൈവശാസ്ത്ര സ്ഥാപനങ്ങളിൽ അദ്ദേഹം അധ്യാപകനായിട്ട് ഇരുന്നിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫിലാണ്. അച്ഛനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചോളൂ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയായി സർവസൃഷ്ടിയെയും പ്രതി അവിടുന്ന് മനുഷ്യനായി തീർന്ന ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഓർമ്മയെ പുതുക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ ക്രിസ്മസ് കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലൈറ്റഡ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിൻ്റെ 232ാമത്തെ വെബിനാറിൽ ഞങ്ങൾക്ക് ഒത്തുചേരുവാൻ അവിടുന്ന് കൃപ ചെയ്തുവല്ലോ. നാളിതുവരെ അനുഭവിച്ച എല്ലാ നന്മകൾക്കായും സ്തോത്രം. കർത്താവെ, അവിടുന്ന് ലോകത്തിലേക്ക് അയച്ച അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സർവസൃഷ്ടിയെയും വീണ്ടെടുക്കുകയും പുതുക്കുകയും ചെയ്യുന്ന ദൈവമേ, ഈ ക്രിസ്മസ് കാലം ഒരു പുതിയ അനുഭവമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കണമേ, ലോകത്തിന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അർത്ഥശൂന്യമായി പല ആചാരങ്ങളും ആഘോഷങ്ങളും ക്രിസ്മസിൻ്റെ പേരിൽ നടക്കുമ്പോൾ ദൈവമേ, വ്യത്യസ്തമായ രീതിയിൽ അതിനെ കാണുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രിസ്മസിനെ ഉൾക്കൊള്ളുവാൻ, അത് ആഘോഷിപ്പാൻ, അത് ഞങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരം വരുത്തുവാൻ, ലോകത്തിന് തന്നെയും രൂപാന്തരം വരുത്തുവാൻ അത് മുഖാന്തരമായി തീരണമേ. അതിന് ഞങ്ങളുടെ പഠനങ്ങളും ധ്യാനങ്ങളും മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈറ്റഡ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. ദൈവിക ജ്ഞാനം അവർക്ക് തുടർന്നും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് പ്രഭാഷണം നൽകി ഞങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ച തരുവാനായിട്ട് അവിടുന്ന് ഒരുക്കി നിയോഗിച്ചിരിക്കുന്ന ലിജോ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ നിന്റെ മകനെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമായ നല്ല ഉൾക്കാഴ്ചയും ദൈവിക പ്രേരണയും തന്ന് നിന്നിൽ ശക്തിപ്പെടുവാൻ, പുതിയ ദർശനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇതിൽ വിവിധ പ്രകാരണ ഇന്ന് പങ്കുചേരുന്ന എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ നിനക്ക് പ്രസാദകരമായി തീരണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു വെരി മച്ച് അച്ഛൻ. അച്ഛനെ പോലുള്ളവരുടെ സാമീപ്യം തന്നെ നമുക്ക് വളരെ സന്തോഷകരമാണ്. വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചതിന് അച്ഛനോട് നന്ദി പറയുന്നു. ഇന്നത്തെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനെയാണ്. രാജു അഞ്ചേരി അച്ഛനെ പറ്റി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ അച്ഛൻ ഇവന്റ് സെക്രട്ടറി പ്രവർത്തിച്ച കാലം തൊട്ടേ അച്ഛനുമായിട്ടുള്ള സ്നേഹബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അച്ഛന്റെ പ്രവർത്തനം ഇവന്റ് സെക്രട്ടറിയിൽ കൂടി ആരംഭിച്ച് മർത്തോമ സഭയിലെ ഒരു പട്ടക്കാരനായിട്ട് ഉയർന്നു. അത് കഴിഞ്ഞ് ദൈവശാസ്ത്ര അധ്യാപകനായിട്ട് മർത്തോമ സഭയിലെ മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം സെമിനാരി, തിരുവല്ലയിലെ കൊമ്പാടിയിലെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ മുളന്തുരുത്തി യാക്കോബ ആയ സുറിയാനി സഭയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും തിയോളജി കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട്. 2 വട്ടം മർത്തോമ സഭാ കൗൺസിൽ അംഗമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ സാഹിത്യരംഗത്ത് CSSന്റെ സെക്രട്ടറി ആയിട്ട് അച്ഛൻ പ്രവർത്തിച്ച വ്യക്തിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും സഭയുടെ മിക്കവാറും എല്ലാ കമ്മിറ്റികളിലും അംഗമാകാൻ അച്ഛൻ അവസരം കിട്ടിയ വ്യക്തിയാണ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ 1ാമത്തെ വെബിനാർ തൊട്ട് നമ്മുടെ കൂടെയുള്ള അച്ഛനാണ്. അച്ഛന് എന്തെങ്കിലും ഒഴിവാക്കാൻ മേലാത്ത സാഹചര്യം വന്നാൽ മാത്രമേ അച്ഛന് നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കുകയുള്ളൂ. അച്ഛനെ ഇന്നത്തെ മോഡറേറ്റർ ആകുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ ബിൽസൺ, ബഹുമാന്യരായ വൈദികരെ, സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുമേ, ക്രിസ്തുമസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദം. Christmas is the joy of the marginalized.
അത് മനോഹരമായിട്ടുള്ളൊരു തലക്കെട്ട്. ക്രിസ്മസ് ഇന്ന് ഉന്നതങ്ങളിൽ ആഘോഷിക്കുകയും അത് വളരെ എക്സ്പെൻസീവായ രീതിയിൽ നടത്തുകയും ചെയ്യുന്ന ഒരു ലോകത്തില് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് ചിന്തിക്കാനും തിരിച്ചു പോകാനും കണ്ടെത്താനും നമ്മുടെ പ്രയത്നങ്ങള് ആവശ്യമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛൻ ഈ വിഷയത്തിൽ നമ്മെ എൻലൈറ്റൻ ചെയ്യാൻ തക്കവണ്ണം ഇന്ന് പ്രബന്ധം അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അച്ഛൻ മദ്രാസ് ചെന്നൈ ഗുരുകുൽ തിയോളജിക്കൽ സെമിനാരിൽ നിന്നാണ് BD പാസ്സായത്. 1917 മുതൽ മാർത്തോമാ സഭയുടെ പട്ടത്ത ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നു. നേരത്തെ ദലിത് സ്വത്വങ്ങളുടെ അദൃശ്യത സഭയിൽ എന്ന വിഷയത്തെക്കുറിച്ച് അച്ഛൻ നമ്മുടെ വെബിനാറിൽ സംസാരിച്ചിരുന്നു. നിലപാടുകളുള്ള, വായനയുള്ള ഒരു യുവ പട്ടക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം നമ്മളുടെ പ്രസ്ഥാനത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. മുക്കാഞ്ചിറ സെന്റ് സ്റ്റീഫൻസ് ഇടവകയിലെ എൻ്റെ പ്രിയ സ്നേഹിതൻ ജോസഫ് ചാക്കോ സാറിൻ്റെ മകനാണ് അച്ഛൻ. അച്ഛൻ്റെ ഈ പ്രബന്ധ അവതരണം നമ്മയെല്ലാം ധന്യരാക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയും പ്രിയ അച്ഛനെ സ്നേഹത്തോടെ അതിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. ക്രിസ്മസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങൾ തുടരാം. ക്രിസ്തുമസ് ഒരു കാലഘട്ടത്തിലെ ജനതയുടെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആരംഭമാണ്. യേശു ജനിച്ച കാലഘട്ടത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഉദ്യോഗസ്ഥ പ്രഭുത്വം, ഭരണകൂടങ്ങളുടെ തേർവാഴ്ച, മതപുരോഹിതന്മാരുടെ അധികാര ആസക്തി, അതെല്ലാം ചേർന്ന് സാധാരണക്കാരെ ദരിദ്രരാക്കി ഞെരിച്ച് അമർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സുവിശേഷത്തിലെ രചനകളിലൊക്കെയും അതിൻ്റെ സൂചനകൾ ധാരാളമായി നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനായി തീർന്ന മഹാസംഭവത്തില് കല്ലെറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു ഉദ്യമം ഏറ്റെടുത്ത മറിയ എന്ന നാട്ടുപുറത്തെ ഒരു ഗ്രാമീണ കന്യക വീട് തോറും നടന്ന് പണിയുണ്ടോ എന്ന് അന്വേഷിച്ച് പണി ചെയ്യുന്ന ഒരാശാരി, യഹൂദ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് പുറന്തള്ളിയ ആട്ടിടയന്മാർ, ഗോശാല അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതൊരുക്കിയ മനുഷ്യര്, അവരെല്ലാം ചേർന്നാണ് ദൈവം മനുഷ്യനായി മഹാസംഭവത്തിലെ പങ്കാളികളായതെന്ന് സുവിശേഷങ്ങൾ നമ്മോട് പറയും. അപ്പോൾ ഇതിന്റെ ആരംഭത്തിൽ തന്നെ സുവിശേഷകർ നമ്മോട് പറയാൻ ആഗ്രഹിച്ചത് ലോകം നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സംഭ്രമജനമായ കാലഘട്ടത്തിൽ ഏറ്റവും പുറന്തള്ളപ്പെട്ട മനുഷ്യരുടെ പ്രത്യാശയുടെ പ്രതീകമായിട്ടാണ് ഈ ലോകത്തിൽ ക്രിസ്തുജനനം സംഭവിക്കുന്നത്. അത് ഒരുപക്ഷേ ഡിസംബർ 25 എന്ന് നമുക്ക് നിശ്ചയമില്ലെങ്കിൽ പോലും അന്ന് സൂര്യ ഭഗവാന്റെ സൺ ഗോഡിന്റെ ജന്മദിനമായിരുന്നു, പിന്നീട് യേശുവിന്റെ ജന്മദിനമായിട്ട് സ്വീകരിക്കപ്പെട്ടതാണോ, ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദരിദ്രരായിരുന്ന മനുഷ്യർക്ക് അന്തസ്സും അഭിമാനവും ആഭിജാത്യവും നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്. ദൈവം മനുഷ്യനായതിലൂടെ നമ്മളൊക്കെ ദൈവത്വത്തിലേക്ക്, ദൈവപുത്രത്വ പദവിയിലേക്ക് ഉയരുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ വിഷയം
വളരെ ഗൗരവം അറിയിക്കുന്ന, സഭയ്ക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ ചിന്തകളുടെ ഒരു സമാഹാരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ലിജോസി ജോസഫ് അച്ഛനെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ലൈറ്റൺ വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളെ, ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കാം. ലൈറ്റന്റെ ഒരു വെബിനാറിൽ വീണ്ടും പങ്കെടുക്കാൻ സാധിക്കുന്നതിലുള്ള വലിയൊരു ആഹ്ലാദത്തെ ഞാൻ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഈ വെബിനാറിൽ സംബന്ധിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വലിയ പ്രയാസം എനിക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട വിൽസൺ സാറിനോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിന് വഴിയും വാതിലും ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയപൂർവ്വമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് അറിയിക്കുക. മലയാള ഭാഷയ്ക്ക് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഏതാനും ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ മലയാള ഭാഷ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ സാഹിത്യകാരൻ MD എന്ന വിസ്മയം നമ്മളുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ആ വലിയ കണ്ണുനീരിലും ദുഃഖത്തിലുമാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള അനുശോചനവും ആദരാഞ്ജലിയും ഒക്കെ ആദ്യമേ ഈ സമയത്ത് അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവൽ നാലുകെട്ട്, അതിലെ വളരെ പ്രിയപ്പെട്ട കഥാപാത്രമായ അപ്പുണ്ണി തന്റെ അമ്മയോട് പറയുന്ന ഒരു സംഭാഷണ ശകലം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പുണ്ണി അമ്മയോട് പറയുന്ന ഒരു സംഭാഷണം ഇങ്ങനെയാണ്, നാലുകെട്ട് എന്ന നോവലിൽ. അമ്മയോട് പറയുകയാണ്, അമ്മ ഈ നാലുകെട്ട് നമുക്ക് പൊളിക്കണം, അതിനുശേഷം കാറ്റും വെളിച്ചവും കയറുന്ന ഒരു കുഞ്ഞു വീട് നമുക്ക് ഇവിടെ നിർമ്മിക്കണം. കാറ്റും വെളിച്ചവും കയറുന്ന ഒരു കുഞ്ഞു വീട് നമ്മൾക്ക് പണിയണം. വീടിന്റെ വലിപ്പമല്ല, അതിന്റെ പ്രൗഢിയല്ല, അതിന്റെ സമ്പന്നതയല്ല, വീടിനെ വീടാക്കി മാറ്റുന്നത് കാറ്റും വെളിച്ചവും കയറുവാൻ സാധിക്കുന്നതാണ് എന്ന് അപ്പുണ്ണി തന്റെ അമ്മയോട് പറയുകയാണ്. അപ്പുണ്ണിയെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് MD. ക്രിസ്തുവിന്റെ ജനനം ഈ ലോകത്തിലേക്ക് കാറ്റും വെളിച്ചവും സമ്മാനിച്ച ഒരു ജനനമായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. വേണമെങ്കിലല്ല, അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുള്ള കാറ്റായും എല്ലാ മനുഷ്യർക്കും ഉള്ള വെളിച്ചമായും ഈ ലോകത്തിലേക്ക് ക്രിസ്തു വന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സംഭാഷണത്തിന് നൽകിയിരിക്കുന്ന ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ക്രിസ്മസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദം എന്നുള്ളതാണ്. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദവും അദൃശ്യരായിരുന്നവർക്ക് ദൃശ്യതയും നൽകിയ ഒരു ചരിത്ര നിമിഷമാണ് ക്രിസ്മസ്. എങ്ങനെയാണ് ക്രിസ്മസ് പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് ഒരു ആമോദമായി തീരുന്നത്? അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ സംഭാഷണത്തിലൂടെ നടത്താൻ ഞാൻ ശ്രമിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ എന്നതുകൊണ്ട് ഈ സംഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തീർത്തും അധികാരശൂന്യരായ മനുഷ്യർ എന്നുള്ളത് തന്നെയാണ്. അധികാരശൂന്യരായ മനുഷ്യർ, അവരെയാണ് ഈ ഒരു സംഭാഷണത്തിലൂടെ ക്രിസ്മസ് അനുഭവങ്ങൾ എങ്ങനെയാണ് അവരോട് താതാത്മ്യം പ്രാപിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു പോകുവാൻ ആണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭാഷണത്തിൽ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ കൂടി ഉദാഹരിച്ചുകൊണ്ട് ഈ സംഭാഷണം പൂർത്തീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ്
പെട്ട ജനവിഭാഗത്തിന് ഈ ക്രിസ്മസ് ഒരു ആമോദമായി തീരുന്നു. 5 കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഒന്ന്, എങ്ങനെയാണ് ഇതൊരു ആമോദമായി തീരുന്നത്? നിശബ്ദമാക്കപ്പെട്ടത് പ്രതിധ്വനിക്കുന്നത് കൊണ്ടാണ് ഇതൊരു ആമോദമായി തീരുന്നത്. എങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് ക്രിസ്മസ് ആമോദമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, നിശബ്ദമാക്കപ്പെട്ടത് പ്രതിധ്വനിച്ചത് കൊണ്ടാണ് ഇതൊരു ആഘോഷമായി തീർന്നത്. നമ്മൾക്കറിയാം, തിരുജനനത്തിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, തിരുജനനത്തിന്റെ ചരിത്രം ആരംഭിക്കുമ്പോൾ നമ്മൾക്ക് വിശുദ്ധ ലൂക്കോസ് നൽകുന്ന സൂചന എന്ന് പറയുന്നത് ദൂതന്റെ വെളിപാട് ലഭിക്കുന്ന സക്കറിയ പുരോഹിതനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സക്കറിയ പുരോഹിതന് ലഭിക്കുന്ന വെളിപാട്, അതിലൂടെയാണ് ക്രിസ്മസിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ആ വെളിപാട്, ആ അരുളപ്പാടുകള് ലഭിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പിന്നീട് സ്ത്രീകളും ആട്ടിടയന്മാരും ഒക്കെ ആയി തീരുന്നു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് തിരുജനനത്തിന്റെ സംഭാഷണങ്ങൾക്ക് പിന്നീട് വലിയ മാറ്റം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഒരു ദേവാലയ പരിസരത്ത് വെച്ച് ഒരു പുരോഹിതനിലൂടെ ആരംഭിക്കുന്ന തിരുജനനത്തിന്റെ വർത്തമാനങ്ങൾ പിന്നീട് ചൂടുപിടിക്കുന്നതും മുന്നോട്ട് പോകുന്നതും അതിന്റെ ഏറ്റവും മനോഹരമായ പര്യവസാനം സംഭവിക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്, ഒരുപക്ഷെ സമൂഹം നിശബ്ദമാക്കിയ മനുഷ്യരാണ് പ്രതിധ്വനിക്കുന്നത്. സമൂഹം നിശബ്ദമാക്കിയ മനുഷ്യരിലൂടെയാണ് തിരുജനനത്തിന്റെ വർത്തമാനങ്ങൾ പങ്കുവയ്ക്കുന്നത്. സമൂഹം നിശബ്ദമാക്കിയ മനുഷ്യരിലൂടെയാണ് ഈ സദ്വർത്തമാനം ഘോഷിക്കപ്പെടുന്നത് എന്ന് വേദപുസ്തകം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരിലൂടെ ക്രിസ്മസിന്റെ സദ്വർത്തമാനം ഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് വേദപുസ്തകം നമ്മൾക്ക് നൽകുന്ന ഒരു ഉജ്ജ്വല സൂചനയായിട്ട് ഞാൻ സ്വീകരിക്കുവാൻ പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്, തിരുജനനത്തിന്റെ സദ്വർത്തമാനം ആദ്യം മുഴങ്ങുന്നത് ദേവാലയത്തിന്റെ ഉള്ളിലാണെങ്കിലും പിന്നീട് പുരോഗമിക്കുമ്പോൾ ആ വർത്തമാനങ്ങൾ ഭവനത്തിന്റെ ഉള്ളിലേക്കും ആ വർത്തമാനങ്ങൾ പിന്നീട് പ്രാന്തപ്രദേശങ്ങളിലേക്കും ഒക്കെ മാറുന്നതായി വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികാരശൂന്യർക്ക് ഒച്ചയും ശബ്ദവും സംഭാഷണവും ക്രിസ്മസ് നൽകുന്നുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. അധികാരശൂന്യർക്ക് ക്രിസ്മസ് ഒച്ചയും ശബ്ദവും സംഭാഷണവും നൽകുന്നു. സ്ത്രീകളിലൂടെ ആ സംഭാഷണം വികസിക്കുന്നു. അരികുകളിലൂടെയും ഭവനങ്ങളിലൂടെയും പ്രാന്തപ്രദേശങ്ങളിലൂടെയും ആ സംഭാഷണത്തിന്റെ ഖ്യാതി വർദ്ധിക്കുന്നു എന്ന് ഈ വേദഭാഗങ്ങളൊക്കെയും നമ്മളെ ഓർപ്പിക്കുകയും നമ്മൾക്ക് വലിയ പ്രത്യാശ നൽകുകയും ചെയ്യുന്നു എന്ന് ഈ ഒരു സംഭാഷണത്തിൽ ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്കറിയാം, പിന്നീട് നമ്മൾ വായിച്ചു പോകുമ്പോൾ യോഹന്നാന് എന്ത് പേർ ഇടണം എന്ന സംശയം വരുമ്പോൾ യാതൊരു വൈമുഖ്യവും കൂടാതെ പിന്നെ യോഹന്നാൻ എന്ന പേരിടണം എന്ന് പറയുന്നത് അമ്മയായ എലിസബേത്താണ്. അധികാരത്തെ മാത്രം കേൾക്കാൻ അറിയുന്നവർ, ഇവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ സർവ്വ അധികാരികളായി അവരോധിക്കപ്പെട്ടവർ നിശബ്ദരായി തീരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. സക്കറിയാവിന്റെ മൗനത്തെ കുറിച്ച് വേണമെങ്കിൽ നമ്മൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അധികാരത്തിന്റെ ശബ്ദങ്ങളൊക്കെ നിശബ്ദമായി തീരുമ്പോൾ അവിടെ ശബ്ദമായി മാറുന്നത്, ആ ഭവനത്തിൽ പാട്ടുകളായി മാറുന്നത്, ആ ഭവനത്തിന്റെ ശബ്ദമായി മാറുന്നത് എലിസബേത്തും വിശുദ്ധ കന്യക മറിയാമും ഒക്കെയാണ് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പാട്ടുകൾ, വിശുദ്ധ കന്യക മറിയാമിന്റെ എലിസബത്തിന്റെ സംഭാഷണങ്ങളും പാട്ടുകളും ഒക്കെ ഒരു പുതിയ ചിന്ത ലോകത്തിന് സമ്മാനിക്കുന്നുണ്ട്, ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. ആ ദിശാബോധം എന്ന് പറയുന്നത് നിശബ്ദമാക്കപ്പെട്ടത്
പ്രതിധ്വനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്മസ് എങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ആമോദമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണം നിശബ്ദമായവരുടെ സംസാരം, അവരുടെ ഭാഷ ഒക്കെ അവർക്ക് തിരികെ ക്രിസ്മസിലൂടെ ലഭിക്കുന്നു എന്ന് ഈ വേദഭാഗം, ഈ ചിന്തകളൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ക്ഷതങ്ങളെ നക്ഷത്രങ്ങളാക്കുന്നുണ്ട് ക്രിസ്മസ് എന്നുള്ളതാണ്. ക്ഷതങ്ങളെ നക്ഷത്രങ്ങളാക്കുന്നുണ്ട്. അത് ഒരു ആമോദത്തിന് കാരണമായി തീരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ക്ഷതങ്ങളേറ്റ ഒരുപാട് മനുഷ്യർ ഈ ക്രിസ്മസിന്റെ അല്ലെങ്കിൽ തിരുജനനത്തിന്റെ പരിസരത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷതങ്ങൾ ഏൽപ്പിച്ച മുറിവുകളെ മറികടന്ന് മുമ്പോട്ട് പോകുന്ന ചില മനുഷ്യരെയാണ് ക്രിസ്മസ് നമ്മൾക്ക് കാണിച്ച് നൽകുന്നത്. വിശുദ്ധ കന്യകമറിയാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപമാനത്തിന്റെ, പരിഹാസത്തിന്റെ, നിന്ദയുടെ ഒക്കെ ക്ഷതങ്ങൾ ഏൽക്കുവാനുള്ള സാധ്യത നിലനിൽക്കെ ലോകം മുറിപ്പെടുത്തും എന്ന ഭയത്തിന് കീഴ്പ്പെടാൻ വിശുദ്ധ കന്യകമറിയാം ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. ക്ഷതസാധ്യതകൾ ഏറ്റെടുത്തവരായിരുന്നു ക്രിസ്മസിന്റെ ആ ദിനങ്ങളെ ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർത്തത്, സൗന്ദര്യം ഉള്ളതാക്കി തീർത്തത്. നമ്മൾക്കറിയാം, എലിസബത്തിനെ കുറിച്ചും സക്കറിയ പുരോഹിതനെ കുറിച്ചും പറഞ്ഞു തുടങ്ങുമ്പോൾ വേദപുസ്തകം നൽകുന്ന സൂചന എന്ന് പറയുന്നത് അവർ വയസ്സ് ഏറിയവരായിരുന്നു എന്നുള്ളതാണ്, വയോജനങ്ങളായിരുന്നു എന്നുള്ളതാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ മനോഹരമായ ഒരു വരിയുണ്ട്, എ ഗാർഡൻ ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ഡെഡ് ലീവ്സ് എന്ന് പറയാറുണ്ട്. എ ഗാർഡൻ ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ഡെഡ് ലീവ്സ്. പൂന്തോട്ടങ്ങൾ പൂർണ്ണമാകുന്നത് കരിയിലകൾ കൂടി ഉൾപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ കരിയിലകളുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ് പൂന്തോട്ടങ്ങൾ പൂർണ്ണമായി തീരുന്നത്, അതിന്റെ സൗന്ദര്യം പൂർണ്ണമായി തീരുന്നത് എന്ന് ടാഗോർ പറയുന്നുണ്ട്. വയസ്സ് ഏറിയവർ, ശാരീരികമായ ബലഹീനതയുള്ളവർ, ശാരീരികമായ ക്ഷതങ്ങളുള്ളവർ, അവരെ നക്ഷത്രങ്ങളാക്കുന്നുണ്ട് ക്രിസ്മസ് എന്നുള്ളതാണ്. എലിസബത്തും സക്കറിയാവും ശാരീരികമായ ക്ഷീണാവസ്ഥകൾ ഉള്ളവരാണ്, ക്ഷതങ്ങൾ ഏറ്റവരാണ്, ശാരീരികമായ ബലഹീനതകൾ ഉള്ളവരാണ്. എന്നാൽ ക്രിസ്മസിന്റെ നക്ഷത്രങ്ങളായി ജ്വലിക്കുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ സംബന്ധിച്ച്, അധികാരശൂന്യരായ ജനസമൂഹത്തെ സംബന്ധിച്ച് ക്രിസ്മസ് എന്ന് പറയുന്ന വലിയ ആഘോഷം നൽകുന്ന പ്രതീക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ, ക്ഷതങ്ങളെ നക്ഷത്രങ്ങളാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നക്ഷത്ര സമാനമായ ജീവിതാനുഭവങ്ങളിലേക്ക് നടന്നു കയറുവാൻ, മുന്നേറുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ക്രിസ്മസ് അത്തരത്തിൽ ഉള്ളവർക്ക് ഒരു വലിയ ആമോദമായി തീരുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത് എന്തുകൊണ്ടാണ് ആമോദമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, മലയാളികൾക്ക് അത്ര പരിചിതനല്ലാത്ത, എന്നാൽ തൻ്റെ വാക്കുകൾ കൊണ്ടും തൻ്റെ ആശയങ്ങൾ കൊണ്ടും തൻ്റെ കവിത കൊണ്ടും ചിലരുടെയെങ്കിലും അല്ല, വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുള്ള ഒരു കവിയുണ്ട്. ആ കവിയുടെ പേര് എസ് ജോസഫ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ എന്നും മനുഷ്യരുടെ ഹൃദയങ്ങളോട് ഇടപെടുന്ന, സംവദിക്കുന്ന കവിത ഭക്ഷ്യം കൊണ്ട് വളരെ പ്രസക്തിയുള്ള കവിതകൾ. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കവിതയുടെ പേര് പോക്കണമില്ലാത്തവർ എന്നുള്ളതാണ്. പോക്കണമില്ലാത്തവർ. ആ കവിതയുടെ ഒരു ആശയം ഇങ്ങനെയാണ്: ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് ഉണ്ടാകും. വഴക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഭാര്യ പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭാര്യയ്ക്ക് പോകുവാൻ മറ്റ് ഇടങ്ങളൊന്നും ഇല്ല. ഭാര്യ നടന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിന്റെ വേലിയോട് ചേർന്നുള്ള ഒരു അലക്കുകല്ലുണ്ട്. ആ അലക്കുകല്ലിൽ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. പോകുവാൻ മറ്റ് ഇടമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പോകുവാൻ പറ്റുന്ന പരമാവധി ദൂരം എന്ന് പറയുന്നത് വീടിന്റെ വേലിക്ക് ചേർന്നുള്ള അലക്കുകല്ലാണ്. ആ അലക്കുകല്ലിൽ പോയി പിണങ്ങി ഇരിക്കുകയാണ് ഭാര്യ. അപ്പോൾ ഇവരുടെ 7 വയസ്സുള്ള മകൻ ഓടിയെത്തുന്നുണ്ട്. ഓടിയെത്തി പിണങ്ങിയിരിക്കുന്ന അമ്മയോട് ആ ബാലൻ തന്റെ നിഷ്കളങ്കമായ ചിരിയോടെ ചോദിക്കുന്നുണ്ട്, പോക്കടമില്ല അല്ലേ? പോക്കടമില്ല അല്ലേ? എസ് ജോസഫ് ആ കവിതയ്ക്ക് നൽകുന്ന തലക്കെട്ട് പോക്കടമില്ല എന്നുള്ളതാണ്. പോകാൻ ഇടമില്ല. പോകാൻ ഇടമില്ലാത്തത് കൊണ്ട്
തന്റെ യാത്ര അലക്കുകല്ലിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ ദയനീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എസ് ജോസഫ് പറയുന്നു, കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾക്ക് ഈ പോക്കടമില്ലായ്മയുടെ അനുഭവം ഉണ്ട് എന്ന് പറയുക. ഈ ക്രിസ്മസ് നമ്മൾക്ക് നൽകുന്ന ഒരു വലിയ മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇത് പോക്കടമില്ലാത്തവരുടെ ആഘോഷമാണ് എന്നുള്ളതാണ്. പോകാൻ ഇടമില്ലാത്ത, തലചായിക്കാൻ ഇടമില്ലാത്ത, പ്രാണരക്ഷാർത്ഥം ജീവിതത്തിൽ നെറുകയും കുറുകയും ഓടേണ്ടി വരുന്ന മനുഷ്യരുടെ ജീവിതഗാഥയാണ് ക്രിസ്മസിനെ വേറിട്ടുള്ളതാക്കി. അതുകൊണ്ട് അത്തരം മനുഷ്യരുടെ ഗന്ധസാരം ഉണർത്തുന്ന അനുഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ കന്യക മറിയാമും യോസെഫും ബെത്ലഹേമിലേക്ക് പോകുമ്പോൾ അവർക്ക് തലചായ്ക്കുവാൻ ഒരു ഇടം കിട്ടുന്നില്ല. അവിടെ നിന്ന് വെപ്രാളത്തോടെ വേകുന്ന മനസ്സോടെ ആ അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ വാരിച്ചുറ്റി ഒരു അഭയാർത്ഥികളായി ഓടേണ്ടി വരുന്നു. അധികാരത്തെ ഭയന്ന് അവർ മറ്റൊരു നാട്ടിൽ പാർക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലും ക്രിസ്മസ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് പോക്കടമില്ലാത്തവരുടെ മനുഷ്യരുടെ കണ്ണുനീരാണ് എന്ന് പറയേണ്ടതായി വരും എന്ന് ഈ വേദപുസ്തകത്തിന്റെ വേദഭാഗങ്ങളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പോക്കടമില്ലാതെ നെറുകയും കുറുകയും ഒക്കെ ഓടുന്ന മനുഷ്യരുടെ ഓർമ്മയാണ്, അല്ലെങ്കിൽ അവരെയാണ് ക്രിസ്മസ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറയുവാൻ നമ്മൾക്ക് സാധിക്കും. നമ്മൾക്ക് ഈ അഭയാർത്ഥി പ്രശ്നങ്ങളും നമ്മൾക്ക് ഇങ്ങനെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന മനുഷ്യരെ ഒന്നും കണ്ടു ശീലിച്ച ഒരു അനുഭവം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. എന്നാൽ നമുക്ക് പരിചിതമായ അത്തരം ചില കാഴ്ചാനുഭവങ്ങൾ എന്ന് പറയുന്നത് COVID-19 ചേർന്നുള്ള ചില കാഴ്ചാനുഭവങ്ങളാണ്. നമ്മള് COVID-19 ചക്കക്കുരു ഷേക്കും ഡാൽഗൺ കോഫിയും ഉണ്ടാക്കി ആഘോഷിച്ചപ്പോൾ ഇതൊന്നുമില്ലാത്ത അധികാരശൂന്യരായ മനുഷ്യർ, നമ്മൾക്കറിയാം ഇന്ത്യയിലെ റെയിൽപാതകളിൽ ട്രെയിൻ ഇടിച്ച് മരിച്ച അനേകരുടെ ചരിത്രം COVID-19 പറയാനുണ്ട്. അഭയാർത്ഥികളായി ജീവിക്കുവാൻ വേണ്ടി പ്രാണരക്ഷാർത്ഥം നെറുകയും കുറുകയും അവർക്കുണ്ടായിരുന്നതിനെ വാരിപ്പിടിച്ച് കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് അവർക്കുണ്ടായിരുന്നത് തലചുമടായി റെയിൽവേ ട്രാക്കുകളിലൂടെ ഓടിയ മനുഷ്യർ, ട്രെയിൻ ഇടിച്ച് മരിച്ച മനുഷ്യർ, ചിന്നിച്ചെതറിയ കൈപ്പത്തിക്കുള്ളിൽ അപ്പോഴും ചപ്പാത്തി കഷ്ണം ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പോക്കടമില്ലാത്തവരുടെ പ്രതിദാനം ചെയ്യുന്ന ആഘോഷമാണ് ക്രിസ്മസ്. ആ പോക്കടമില്ലാത്തവരുടെ നെടുവീർപ്പുകളും നൊമ്പരങ്ങളും നോവുകളും അതേ ആത്മാവിൽ സ്വീകരിക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത് എന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് പോക്കടമില്ലാത്തവരുടെ ആഘോഷമാണ്, പോകുവാൻ ഇടമില്ലാത്തവരുടെ ആഘോഷമാണ്. അതുകൊണ്ടാണ് അത്തരക്കാരെ കാണുകയും കേൾക്കുകയും അവരുടെ ജീവിതഗന്ധിയായ അനുഭവങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തുദേവന്റെ പിറന്നാൾ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിറക്കുന്ന ദിനമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പിറന്നതുകൊണ്ടാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഇതൊരു ആമോദമായി തീരുന്നത്. ഞാൻ ഒന്നാമത് പറയാൻ ശ്രമിച്ചത്, ഒന്ന്, അത് നിശബ്ദമാക്കപ്പെട്ടത് പ്രതിനിധിക്കുന്നത് കൊണ്ടാണ് ആമോദമായി തീരുന്നത്. ക്ഷതങ്ങൾ നക്ഷത്രങ്ങളായി തീരുന്നത് കൊണ്ടാണ് അത് ആമോദമായി തീരുന്നത്. 3, അത് പോക്കടമില്ലാത്തവരുടെ ആഘോഷങ്ങളായതുകൊണ്ടാണ് അത് ആമോദമായി തീരുന്നത് എന്നുള്ളത്. 4, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കൂട്ടിന്റെ ചൂടുള്ളതാണ് ക്രിസ്മസ് എന്നുള്ളത്. കൂട്ടിന്റെ ചൂട് ഈ ക്രിസ്മസിന്, തിരുജനനത്തിന് പങ്കുവെക്കുവാൻ ഉണ്ട് എന്നുള്ളത്. ലാറ്റിൻ ഭാഷയിലെ സോഷ്യസ് എന്ന വാക്കിൽ നിന്നാണ് സൊസൈറ്റി എന്ന പദം ഉണ്ടായത്. സൊസൈറ്റി എന്ന പദത്തിന് സമൂഹം എന്നാണ് അർത്ഥം. എന്നാൽ സോസിയസ് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം കൂട്ടുകാർ എന്നുള്ളതാണ്, കൂട്ടുകാർ എന്നുള്ളത്. അതുകൊണ്ട് ശരിക്കും സൊസൈറ്റി എന്ന പദം സമൂഹത്തെക്കാൾ ഉപരി കൂട്ടുകാരുടെ കൂട്ടുകൂടൽ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരുടെ പങ്കുചേരൽ എന്ന തരത്തിൽ ആണ് സൊസൈറ്റി എന്ന പദം, അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന പദം, അല്ലെങ്കിൽ സമൂഹം എന്ന പദത്തെ വ്യാഖ്യാനിക്കും.
ഏതെങ്കിലും ഭാഷയുടെയോ ദേശീയതയുടെയോ മതത്തിന്റെയോ ക്ലാസിന്റെയോ കാസ്റ്റിന്റെയോ ഒരു കൂടിവരവല്ല ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, പങ്കുവെക്കലിൽ അധിഷ്ഠിതമായിട്ടുള്ള, സമർപ്പണമുള്ള, കാലുഷ്യമില്ലാത്ത, നല്ല സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നൽകുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ഈ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്ന് നമ്മൾക്ക് വീക്ഷിക്കുവാൻ സാധിക്കേണ്ടത്. ക്രിസ്മസിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഒരു കൂട്ട്, ആ കൂട്ടിന്റെ ചൂട് ഈ ക്രിസ്മസിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഭാഷയുടെയോ ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും ദേശത്തിന്റെയോ ക്ലാസിന്റെയോ അല്ലെങ്കിൽ കാസ്റ്റിന്റെയോ ഒരു കൂട്ടായ്മയല്ല ഈ തിരുജനനത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. സക്രിയ പുരോഹിതനിൽ ആരംഭിച്ച് എലിസബത്തിലൂടെ അത് മുമ്പോട്ട് പോയി മറിയയിലൂടെയും ജോസഫിലൂടെയും ആട്ടിടയന്മാരിലൂടെയും ഒക്കെ അത് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു പാരസ്പര്യത്തിന്റെ, ഒരു ഒത്തൊരുമയുടെ, ഒരു കൂടിവരവിന്റെ ഒരു മനോഹാരിതയാണ്. അവിടെ ഒരു ദേശത്തിന്റെയോ ഒരു വംശത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഏതെങ്കിലും നിറത്തിന്റെയോ പേരിലുള്ള ഒരു കൂടിവരവല്ല നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് വളമായി തീരുന്നത് സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തിന്റെ പടർച്ചയാണ് ക്രിസ്മസ്. പിതാവായ ദൈവത്തിൽ നിന്നും മകനിലേക്ക് പടരുന്നു, മകനിൽ നിന്ന് ഈ ലോകത്തിലേക്കും മനുഷ്യരിലേക്കും പകരുന്ന സ്നേഹത്തിന്റെ പശിമയാണ് ക്രിസ്മസ് എന്ന് നമ്മൾക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം ഒരു കൂട്ടുകൂടലാണ് ക്രിസ്മസ്, അത്തരത്തിലുള്ള ഒരു കൂടിവരവാണ് ക്രിസ്മസ്, അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ക്രിസ്മസ് എന്ന് നമ്മൾക്ക് പറയുവാൻ സാധിക്കുന്നു. നമുക്കറിയാം, എലിസബത്തിനെ കുറിച്ച് വേദഭാഗം ആദ്യം പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: അബിയാക്കൂറിൽ സക്കറിയാവിന്റെ ഭാര്യയാണ് എലിസബത്ത്. പിന്നീട് എലിസബത്തിനെ കുറിച്ച് ഒരു വാക്യം കൂടി പറയുന്നുണ്ട്: അഹരോന്റെ പുത്രിമാരിൽ ഒരാളാണ് എലിസബത്ത്. ഈ രണ്ട് സൂചനകളാണ് എലിസബത്തിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്. ഒന്ന് അബിയാക്കൂർ, രണ്ട് അഹരോന്റെ പുത്രിമാരിൽ ഒരാളാണ്. എന്നാൽ എലിസബത്ത് തന്നെ പിന്നീട് പറയുന്നുണ്ട്, എന്നാൽ എന്റെ മാനം ഇതൊന്നുമല്ല. എന്റെ മാനം എന്ന് പറയുന്നത് കർത്താവിനെ വഹിച്ച മറിയയോട് ചേർന്നുള്ള കൂട്ടായ്മയാണ് എന്റെ മാനം. അബിയാക്കൂറിലുള്ള സക്കറിയ പുരോഹിതന്റെ ഭാര്യയായി തീരുന്നതല്ല മാനം, അല്ലെങ്കിൽ അഹരോന്റെ പുത്രിമാരിൽ ഒരാളായി തീർന്നു എന്നുള്ളതല്ല എന്റെ മാനം. എലിസബത്ത് പറയുകയാണ്, എന്റെ മാനം അത് കർത്താവിനെ വഹിച്ച മറിയയുടെ സാന്നിധ്യമാണ്, കൂട്ടായ്മ. അങ്ങനെയെങ്കിൽ എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് ഈ കൂട്ടിന്റെ ചൂടാണ്, ഈ സൗഹൃദത്തിന്റെ, ഈ കൂടിവരവിന്റെ, ഈ കൂട്ടായ്മയുടെ ചൂടും ചൂരുമാണ് ക്രിസ്മസ്. വ്യത്യാസങ്ങളില്ലാതെ, വൈവിധ്യങ്ങളില്ലാതെ, വേർതിരിവുകളില്ലാതെ, ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും ഭാഷയുടെയും ഒന്നും വേർതിരിവില്ലാതെ മനുഷ്യർ കൂടി വരുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പടർച്ചയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഈ ക്രിസ്മസിൽ സംഭവിക്കേണ്ടത് അതാണ്, ഈ സ്നേഹത്തിന്റെ പടർച്ചയാണ്. ഇത്തരത്തിലുള്ള ആ കൂട്ടിന്റെ ചൂടും ചൂരും നമ്മൾക്ക് പങ്കുവെക്കുവാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടിവരവുകൾ ഈ ക്രിസ്മസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും അവസാനമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ഒരു ആമോദമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, മൂടപ്പെട്ടത് മഹത്വമുള്ളതായി തീർന്നത് കൊണ്ടാണ്. മൂടപ്പെട്ടത് മഹത്വമുള്ളതായി തീർന്നു. ഒരു പുതിയ കാഴ്ച ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്രിസ്മസിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് സാധിച്ചു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അധികാരശൂന്യരായ മനുഷ്യരെ സംബന്ധിച്ച് സമൂഹം എപ്പോഴും അവരെ പരിമിതപ്പെടുത്താറുണ്ട്, അവരെ ചെറുതാക്കാറുണ്ട്, അവരുടെ ജീവിതത്തെയും ജീവിതാനുഭവത്തെയും
എത്രത്തോളം ചെറുതാക്കാൻ സാധിക്കും എന്നുള്ള നിരന്തര ഗവേഷണത്തിലാണ് അധികാരമുള്ള മനുഷ്യർ എപ്പോഴും. അതുകൊണ്ട് അധികാരശൂന്യരായ മനുഷ്യരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു മനുഷ്യരെയോ ചുറ്റുമുള്ള ലോകത്തെയോ കാണാനോ അതിന്റെ ഭാവിയെ പറ്റിയുള്ള സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഭാവനകളോ ഇല്ലാത്തവരായിരിക്കും അധികാരശൂന്യരായ മനുഷ്യർ. ഒന്നുകൂടെ പറയാം, അധികാരശൂന്യരായ മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് മനുഷ്യരെയോ ചുറ്റുമുള്ള ജീവലോകത്തെ കാണാനോ അതിന്റെ ഭാവിയെ പറ്റിയുള്ള സ്വപ്നങ്ങളോ സങ്കല്പനങ്ങളോ ഭാവനകളോ ഇല്ലാത്തവരായിരിക്കും മനുഷ്യർ. അവരുടെ ജീവിതങ്ങൾ മൂടപ്പെട്ടതായിരിക്കും. അത്തരം ഒരു മൂടപ്പെട്ട ലോകത്തിൽ നിന്നുകൊണ്ടാണ് എലിസബത്തും മറിയയും ഒരു പുതിയ ലോകത്തെ സങ്കല്പനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 51, 52, 53, 54 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പുതിയ ലോകത്തെ കുറിച്ചുള്ള അവരുടെ സങ്കല്പനങ്ങളാണ്, അവരുടെ പ്രതീക്ഷകളാണ്, അവരുടെ ഭാവനകളാണ്. അവര് അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ്, പ്രവചിക്കുകയാണ്, അതിനെക്കുറിച്ച് ഈ ലോകത്തോട് അവർ പറയുകയാണ്. നമ്മളെപ്പോഴും പറയുന്നത് ഉത്തമരായ സ്ത്രീകൾ തങ്ങളുടെ കുടുംബത്തിൽ ഉള്ളത് മാത്രം കാണേണ്ടവരാണ്. കുടുംബത്തിൽ ഉള്ളത് മാത്രം കാണേണ്ടവരാണ്. കുടുംബത്തിന് പുറത്തേക്കുള്ള കാഴ്ചാലോകം ഉത്തമരായ സ്ത്രീകൾക്ക് ഉള്ളതാണോ അല്ലയോ എന്നുള്ള വലിയ ചർച്ചയിൽ നമ്മൾ കുലപുരുഷന്മാരും കുല സ്ത്രീകളും ഒക്കെ പറയുന്നത് കുടുംബത്തിന്റെ ഉള്ളിലെ കാഴ്ചാലോകമാണ് സ്ത്രീകൾക്കുള്ളത്. അതിന്റെ പുറത്തേക്കുള്ള കാഴ്ചാലോകം ഒക്കെ കുലസ്ത്രീകൾക്കുള്ളതല്ല എന്നൊക്കെ പറയുന്ന ഒരു ലോകത്ത് മറിയയും എലിസബത്തും എഴുത്തുകല്ലായി മാറുകയാണ്. ഒരു പുതിയ ലോകത്തെ സങ്കല്പം ചെയ്യുവാനും അത് എഴുതുവാനും പറയുവാനും അത് വ്യാഖ്യാനിക്കുവാനും അത് മനുഷ്യരുടെ മനസ്സിലേക്ക് കുടിയേറി തീരുവാനുമുള്ള എഴുത്തുകല്ലായി അവർ മാറുന്നു എന്നുള്ളത്. മൂടപ്പെട്ട ജീവിതങ്ങളാണ്, പക്ഷെ മഹത്വമുള്ളതായി തീരുന്നു എന്ന് പറയുകയാണ്. നാട്ടിടയന്മാരെ കുറിച്ചും ഇത് തന്നെയാണ് പറയുന്നത്. 16-ാമത്തെയും 17-ാമത്തെ 2-ാം അധ്യായം 16-ാം 17-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത് ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ അറിയിച്ചു എന്നുള്ളതാണ്. ദൂതൻ പറഞ്ഞ വാക്ക് നാട്ടിടയന്മാർ അറിയിച്ചു എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്കിറ്റുകളിലൊക്കെ ആട്ടിടയന്മാർക്ക് സംഭാഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. ദൂതന്മാർക്ക് സംഭാഷണമുണ്ട്, ജോസഫിനും മറിയയ്ക്കും സംഭാഷണമുണ്ട്. എപ്പോഴും നിശബ്ദരാക്കപ്പെടുന്നത് ആട്ടിടയന്മാരാണ്. അവർ നിശബ്ദ കഥാപാത്രങ്ങളാണ്. എന്നാൽ ആട്ടിടയന്മാരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുജനനത്തിന്റെ വാർത്ത ഈ ലോകത്തോട് പങ്കുവെച്ച ആളുകളാണ് ആട്ടിടയന്മാർ. എന്തുകൊണ്ടാണ് നമ്മുടെ സിറ്റികളിലൊന്നും ആട്ടിടയന്മാർക്ക് ശബ്ദമില്ലാതായി പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് സംഭാഷണം ഇല്ലാത്തതായി പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ അവരെ മൂടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒഴിവാക്കപ്പെട്ട മനുഷ്യരാണ്, ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർ കേവലമായ കൗതുക കാഴ്ചകൾക്കും പരിഹാസ്യ വിഷയത്തിനും അപ്പുറം അവർ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാൻ ഒന്നുകൂടെ പറയാം, ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്, ഒഴിവാക്കപ്പെട്ട പ്രദേശത്തെ മനുഷ്യരാണ്. അവർ കേവലമായ കൗതുക കാഴ്ചകളും പരിഹാസ്യ വിഷയത്തിനും അപ്പുറം അവർ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. മലയാളികളെ സംബന്ധിച്ച് മലനാടിനും കടലോരത്തിനും പറയാൻ ഒന്നുമില്ല. ഇടനാടിന്റെ ജീവിതമാണ് നമ്മൾക്ക് പറയാനുള്ള കഥകൾ, നമുക്ക് പറയാനുള്ള സിനിമകൾ എപ്പോഴും ഇടനാടിന്റെയാണ്. പ്രിയമുള്ളവരെ, ഒഴിവാക്കപ്പെട്ട കഥാപാത്രങ്ങളും ജീവിതങ്ങളും ആ മൂടപ്പെട്ട അനുഭവങ്ങളും മഹത്വമുള്ളതായി തീരുന്നു ക്രിസ്മസിൽ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്മസ് ആമോദമുള്ളതായി തീരുന്നത്? 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്നാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് നിശബ്ദമാക്കപ്പെട്ട മനുഷ്യർക്ക് ശബ്ദം തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ആമോദമായി തീരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് അത് ക്ഷതങ്ങളെ നക്ഷത്രങ്ങളാക്കുന്നു എന്നുള്ളതാണ്. ക്ഷതങ്ങളെ ഏറ്റുവാങ്ങിയ മനുഷ്യരാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ. ക്രിസ്മസ് നൽകുന്ന പ്രത്യാശ ആ ക്ഷതങ്ങളെ നക്ഷത്രങ്ങളാക്കി തീർക്കുവാൻ, നക്ഷത്ര സമാനമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളത്. മൂന്നാമത് പറയുന്നത് അത് പോക്കടമില്ലാത്തവരുടെ ആഘോഷം ആയതുകൊണ്ടാണ്. അത്
ഇരുട്ടിന്റെ ചൂടുള്ളതായതുകൊണ്ടാണ്. അത് മൂടപ്പെട്ടതിനെ മഹത്വമുള്ളതാക്കി തീർക്കുന്നത് കൊണ്ടാണ്. ഇതിൽ കൂടുതൽ എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ആമോദിക്കുവാൻ വേണ്ടത്? അവരുടെ ജീവിതത്തിന് ശബ്ദം നൽകുന്ന, അവരുടെ ജീവിതത്തെ ദൃശ്യമാക്കുന്ന ഒരനുഭവമാണ് ക്രിസ്മസ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുക. ഈ ഒരു വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വ്യക്തിപരമായി എനിക്ക് ചില അസൗകര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ചാത്തന്നൂരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ ഇളയ കുഞ്ഞ് 2 മാസമേ ആയുള്ളൂ. കുഞ്ഞിനെ ഇപ്പം പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പം ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചു. അതുകൊണ്ട് എനിക്കൊരു ധ്യാനയോഗം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇതിനോടൊന്ന് ജോയിൻ ചെയ്ത് എനിക്ക് പറയാനുള്ളത് വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞ് ഞാൻ തിരുവല്ലയ്ക്ക് അങ്ങ് പോകാൻ വേണ്ടി, കുഞ്ഞിനൊരു പനി ഉള്ളത് കൊണ്ട് വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ അവിടെ ആയതുകൊണ്ടും ഞാൻ വൈകിട്ട് അങ്ങോട്ട് ഇപ്പം വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞത്, ഈ ഒരു സാധാരണ നമ്മുടെ ഒരു 40-45 മിനിറ്റ്സ് ഒക്കെ ആണല്ലോ സമയം. അത്രയും സമയം എടുത്ത് പറയാത്തതിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. ഈ ഒരു നല്ല അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ പ്രഗത്ഭമായിട്ടുള്ള ചിന്തകള് ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അച്ഛൻ്റെ കുഞ്ഞിനെ വേഗത്തിൽ സൗഖ്യം കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു. അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ ശ്രീ കരിമ്പന്നൂരിനെ ഞാൻ ക്ഷണിക്കും. കർത്താവിൽ പ്രിയരെ, ഏവർക്കും ഒരു ക്രിസ്മസ് കാലത്തിന്റെ ആശംസകൾ നേരുന്നു. പുതുവത്സരത്തിന്റെ സന്തോഷപൂർവമായ ആശംസകളും ഒപ്പം നേരുന്നു. ഇപ്പോഴേ അച്ഛൻ ഈ പറഞ്ഞ വിഷയം, നമ്മുടെ ലിജു സി ജോസഫ് അച്ഛനോട് ഒരു വാക്ക് നന്ദി പറയുന്നു. അച്ഛൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിലും അച്ഛൻ വന്ന് ഇങ്ങനെ ഒരു പ്രഭാഷണം, അച്ഛൻ 10-15 മിനിറ്റേ പറയുള്ളൂ എന്ന് പറഞ്ഞാണ് പ്രവേശിച്ചത്. പക്ഷേ അച്ഛൻ നമ്മളോടുള്ള ആ ഒരു കരുതൽ കൊണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് സംസാരിച്ചു. ഇത്ര ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിലും അങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയ അച്ഛനോടുള്ള പ്രത്യേക നന്ദി ലൈറ്റഡ് ടു ലൈറ്റഡിന്റെ നാമധേയത്തിൽ അർപ്പിക്കുന്നു. നമ്മളെ ഇനിയും നമുക്കിന്ന് സമയമുണ്ട്, അതുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്കായിട്ട് കൂടുതൽ സമയമുണ്ട്. ഇപ്പോൾ രാജുവഞ്ചേരി അച്ഛൻ ഈ വിഷയത്തെ തന്നെ എടുത്ത് അല്പം സംസാരിക്കും. പിന്നെ ബഹുമാനപ്പെട്ട കെ എബ്ര അച്ഛനുണ്ട്, ഉമ്മൻ ബി വർക്കി അച്ഛനുണ്ട്, സുനിൽ അച്ഛനുണ്ട്, അങ്ങനെ അനേകം ഉണ്ട്. എല്ലാവരും ഒന്ന് ചർച്ചയിൽ ഇന്നൊന്ന് ആക്റ്റീവ് ആവണം. നമ്മൾ ഈ സമയം നമുക്കുള്ളത് കൊണ്ട് എല്ലാവരും, ഡോക്ടർ ജി സാമുവൽ അച്ഛനുണ്ട്, അങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ടും പിന്നെ ഇട്ടി സാർ പോലുള്ള ലേമന്മാരും ഉണ്ട്. നല്ലൊരു ചർച്ച നമുക്ക് നടത്താൻ സമയമുണ്ട്. ഞാൻ അടുത്ത മീറ്റിങ്ങിന്റെ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ അനൗൺസ്മെന്റ് എടുത്തത്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അടുത്ത മീറ്റിംഗ് ജാനുവരി മാസം 2025 ജാനുവരി മാസം 4-ാം തീയതി ശനിയാഴ്ച രാത്രി 8:30 നടത്തുന്നതായിരിക്കും. നമ്മളെ ഒരു വർഷം പിന്നിട്ടിട്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കുറെ പോസിറ്റീവ് ചിന്തകളുമായിട്ട് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറായ അപ്പു ജോസഫ് അറിയപ്പെടുന്ന ജോസഫ് ചാക്കോ സാറാണ് നമുക്ക് അടുത്ത ശനിയാഴ്ച ഒരു പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ഇവിടെ കൂടി വന്നവരും അതുപോലെ യുവജനങ്ങളെയും കുട്ടികളെയും ഒക്കെ പങ്കെടുപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ അനൗൺസ്മെന്റ്. ഇതേ ലിങ്കും ഇതേ പാസ്വേഡും ആയിരിക്കും നമുക്കുണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ചാറ്റ് ബോക്സിലൂടെ കൈ ഉയർത്താം. അതനുസരിച്ച് വിളിക്കുന്നതായിരിക്കും. ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ലിജോ അച്ഛൻ അതിനെ തുടർന്ന്
വളരെ വളരെ പ്രഗത്ഭമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നിശബ്ദരാക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ശബ്ദങ്ങളില്ലാത്ത, പോക്കടമില്ലാത്ത, അവഗണിക്കപ്പെട്ട മനുഷ്യരുടെ കൂട്ടായ്മയിൽ, പുതിയ കൂട്ടുകെട്ടിൽ, ആ കൂട്ടിൻ്റെ ചൂടിൽ പുതിയൊരു ലോകത്തെ സ്വപ്നം കണ്ട ക്രിസ്തുമസിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് അച്ഛൻ നമ്മോട് സംസാരിച്ചത്. ഒറിജിനൽ ക്രിസ്തുമസിനെ കുറിച്ച് എഴുതിയ സുവിശേഷകർ അന്ന് നിലവിലിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിലെ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ അന്ന് പുറന്തള്ളപ്പെട്ടിരുന്ന ഒരു ജനതയുടെ നായകനായിട്ടാണ് യേശുവിനെ അവതരിപ്പിച്ചത്. ജനനം മുതൽ മരണം വരെ യേശു എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിലായി. തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യരുടെ വേദനകളും, ആഹാരമില്ലാത്തവരുടെ വേദനകളും, രോഗികളുടെ വേദനകളും, ഒറ്റപ്പെട്ട നിസ്സഹായരായ മനുഷ്യരുടെ വേദനകളുമൊക്കെ ഉൾക്കൊണ്ടാണ് യേശു തൻ്റെ ജീവിതം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. അതുകൊണ്ട് ക്രിസ്മസ് അതിൻ്റെ ആമോദത്തിൻ്റെ ഒരാരംഭമാണെങ്കിൽ യേശുവിൻ്റെ ജീവിതം മുഴുവനായി തന്നെ അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദമായി. അതുകൊണ്ടാണ് ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൂട്ടുചേർന്നത് കൊണ്ടാണ് യേശുവിന് 33 വയസ്സായപ്പോൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടി വന്നു. കാരണം അതിനെതിരെയുള്ള വലിയ ശക്തികളുടെ നടുവിലാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത്. അതിനവർ സമ്മതിച്ചില്ല. ഇന്നും ഈ 2000 വർഷങ്ങൾ കഴിയുമ്പോഴും ലോകത്തിൻ്റെ സ്ഥിതികൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നിലവിളികൾ, രാമയിലെ കരച്ചിലിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന പോലെ അവരുടെ നിലവിളികൾ ലോകം മുഴുവനും ഉയരുകയാണ്. ലോകത്തെ കീഴടക്കിയിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളൊക്കെ അവരുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് മനുഷ്യരെ കൊല്ലിക്കുകയും ബോംബുകൾ വർഷിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ അഭയം കിട്ടാതെ ലോകത്തിലെമ്പാടും അലഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കും. ഈ മനുഷ്യൻ്റെ നിസ്സഹായതയൊക്കെ നടുവിൽ ക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് നാം ചിന്തിക്കുന്നുണ്ട്. അതോ ഈ ആഘോഷങ്ങളുടെയൊക്കെ കൊയറിൻ്റെയും പാട്ടിൻ്റെയും കരിമരുന്ന് പ്രയോഗങ്ങളുടെയും ചിലയിടത്തൊക്കെ നിശാ പാർട്ടികളുടെയും ഒക്കെ വേദിയായി മാത്രം ഇത് മാറുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. അവിടെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പ്രഭാഷണം കാഴ്ചവെച്ച ലിജോസി അച്ഛനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ഈ ചർച്ചയിലെ പങ്കാളികളാകുവാൻ നിങ്ങളെ ഞാൻ സാദരം ക്ഷണിക്കുകയും ചെയ്യും. ഇട്ടി സാറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ ജി സാമുവൽ അച്ഛൻ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ജിബു ചെറിയ സാറുണ്ട്. എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞാലോ 3 ദിവസം കഴിഞ്ഞാലോ ക്രിസ്മസ് കടന്നുപോയിട്ട്, എങ്കിലും ക്രിസ്മസിന്റെ നന്മകൾ നേരുന്നു. വളരെ മനോഹരമായ ഒരു പ്രഭാഷണമാണ് ലിജോസി അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഈ കൂടിവരവിൽ നിർവഹിച്ചിരിക്കുന്നത്. അതിൽ അച്ഛനെ അനുമോദിക്കുന്നു, അച്ഛൻ സ്ഥലത്തില്ലെങ്കിൽ പോലും. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ളതായ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇരുന്ന, എന്നോട് തന്നെ, ഇത് മറ്റുള്ളവരോട് ചോദിക്കുന്ന പോലെ പ്രാഥമികമായിട്ട് എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്,
നമ്മളേറെ ആശയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ആശയങ്ങൾ എപ്പോഴാണ് ജഡം ധരിക്കുക? ഇത് വളരെ ഗൗരവമായ ചോദ്യമാണ്. ആശയങ്ങൾ ഏറെ മെച്ചം, പക്ഷെങ്കിൽ പ്രയോഗങ്ങൾ തീരെ തുച്ഛമെന്ന് പറയേണ്ടി വരുന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും അകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ റിട്ടയർ ചെയ്ത അച്ഛന്മാരാണെങ്കിൽ പോലും കുറച്ച് അച്ഛന്മാരുണ്ട്. ലിജോ അച്ഛൻ സർവീസിലിരിക്കുന്ന അച്ഛനാണ്. ഏറ്റവും കുറഞ്ഞാൽ ഈ പറഞ്ഞതായ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പോക്കണമില്ലാത്തവർക്ക് വേണ്ടി, ഒരിക്കലും പുതിയ വാക്ക് തന്നെയാണ് കേട്ടോ, പോക്കണം ഇല്ലാത്തവർക്ക് വേണ്ടി ഈ അതിരുകളിലേക്ക് തള്ളി മാറ്റപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മളുടെ ഈ ക്രിസ്മസ് ആചരണങ്ങളും സന്തോഷാനുഭവങ്ങളും ഒക്കെ അവരിലേക്ക് ചെല്ലണം എന്നുള്ളതായ ലക്ഷ്യത്തിലൂടെ ഏറ്റവും കുറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇടവകളുടെ ചുറ്റുപാടിൽ കിടക്കുന്നതായ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒന്ന് വിളിച്ചുകൂട്ടി അവർക്കൊരു നല്ല ഗാനസന്ധ്യയോ ഒരു നല്ല ഭക്ഷണമെങ്കിലും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഇടവകൾക്ക് സാധിക്കുമോ? അത് സാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഈ ആശയം മാത്രം പറഞ്ഞുകൊണ്ട് പോയതുകൊണ്ടോ കേട്ടുകൊണ്ടിരുന്നതുകൊണ്ടോ നാം നമ്മെ തന്നെ കൂടുതൽ ശിക്ഷാവിധിക്ക് വിധേയപ്പെടുത്തുകയാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ളതായ ആശയങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു പാപഭാരവും ആ ഒരു ഹൃദയവേദനയും കൂടുതൽ മനസ്സിൽ ശക്തമായി തീരുക. ഇത് നമ്മളുടെ കേവല ചർച്ചയ്ക്ക് മാത്രമല്ല, നമ്മളുടെ ഭാവി ജീവിതത്തിന്റെ രൂപപ്പെടുത്തലിന് കൂടി ഇതൊക്കെ പ്രയോജനകരമായി തീരണം എന്ന് ആണ് എൻ്റെ ആഗ്രഹം, ചിന്ത. അത് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തത് ഡോക്ടർ ജി സാമുവേൽ അച്ഛൻ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ഉണ്ടോ, പറയാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹലോ 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 പറയാം. കേൾക്കാമോ? ശമരജ പറയാം. ഓക്കെ പ്ലീസ്. ഞാന് താല്പര്യപൂർവ്വം വന്നത് ലിജോ അച്ഛൻ്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയായിരുന്നു. അച്ഛൻ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. ഇത് നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിന്റെ ഒരു തലത്തിൽ തന്നെ അച്ഛൻ കുറെ കാര്യങ്ങൾ, ഇപ്പോൾ പ്രിയപ്പെട്ട ഇറ്റി സാർ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ആവർത്തിച്ച് വിശദീകരിക്കുന്നതിന് പരിശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അച്ഛൻ്റെ ആ പ്രസന്റേഷന്റെ എല്ലാ കാര്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അക്കാര്യം ഞാൻ പറയട്ടെ. ഈ നമ്മളെപ്പോഴും നമ്മുടെ മതബോധത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്മസിനെ കാണുന്നത്. ഏത് റിലിജനിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ക്രിസ്ത്യൻ റിലീജിയസ് പെർസ്പെക്റ്റീവ്സ് അതിനകത്തുണ്ട്. അങ്ങനെയാണ് നമ്മൾ ക്രിസ്മസിനെ കാണുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയർത്തപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് വന്നു. ക്രിസ്മസിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചില ആളുകളുടെ ചില റെസ്പോൺസിലൂടെയാണ്. അതിനോട് പ്രതിരോധിക്കുന്ന ഒരു പ്രതിഫലനം എന്ന നിലയിൽ ഈ കഴിഞ്ഞ ഇടയിൽ കാലടി രാമകൃഷ്ണ ആശ്രമത്തിലെ ക്രിസ്മസ് ആരാധനയുടെ ഒരു ക്ലിപ്പ് പുറത്തേക്ക് വന്ന് പോകുന്നത് കാണുകയുണ്ടായി. ക്രിസ്ത്യാനിയുടെ മതചിന്തയ്ക്കകത്ത് മാത്രമായി ഫ്രെയിം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണോ ഈ ക്രിസ്മസ്? അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നുള്ള, ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടതായ ഒരു കാര്യം നമ്മുടെ എക്ലിസിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ മാത്രമുള്ളതാണ്. ഇപ്പൊ പ്രിയപ്പെട്ട ലിജോ അച്ഛൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ തലങ്ങളിൽ, നമ്മുടെ സാമൂഹികതയുടെ തലങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന വിധത്തിലാണ് പറഞ്ഞത്. ഞാനതിൻ്റെ ഒരു തിയോളജിക്കൽ തലത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൽ സംഭവിച്ചതായ ഒരു കാര്യമാണ്.
ഈ അരികിലേക്ക് പോയത്, അരികെന്ന് പറയുന്നത് തന്നെ നമ്മുടെ അധികാര സമൂഹം രൂപപ്പെടുത്തിയതായിട്ടുള്ളതായ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിന്റെ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിന്റെ പ്രതലത്തിലാണ് ഈ വരുന്നത്. അരികും സെന്ററും. കുറെ പേര് സെന്ററിൽ കൂടി നിന്നിട്ട് അതിലേക്ക് വരാത്ത ആളുകൾ അരികിലാണെന്ന് പറയുന്നതാണ്. അവസ്ഥകൾ, അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും അധികാരങ്ങൾ പങ്കുവെക്കുന്നതിന്റെ അവസ്ഥയിൽ. തീർച്ചയായും ദൈവം അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഇറങ്ങി വരുന്നു എന്നതായ കാര്യം ഇതിൻ്റെ അകത്ത് വളരെ ശക്തമായിട്ടുണ്ട്. ദൈവത്തിന് സംഭവിച്ചതായിട്ടുള്ള ഒരു ഭാവപകർച്ചയാണ് മനുഷ്യരൂപം എടുത്തത്. കാരണം മനുഷ്യനെ മുഴുവനായി, നമ്മളത് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് ഇട്ടി സാറ് പറഞ്ഞ പോലെ നമ്മളത് അങ്ങോട്ട് പ്രഘോഷിച്ച് കഴിയുമ്പോൾ തന്നെ മനുഷ്യനെ മുഴുവനായി കാണുകയില്ല. ഉടനെ തന്നെ മതത്തിന്റെ ഒരു ഫ്രെയിം അതിനകത്ത് സെറ്റ് ചെയ്യും. ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് ഉള്ളതായ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. ക്രിസ്തു ക്രൈസ്തവ മാത്രമായിട്ടുള്ളതാണോ? ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കുന്നത് ക്രൈസ്തവർ മാത്രമാണോ? ഇത് നമ്മളുടെ ചിന്താധാരകളിലേക്ക് കൊണ്ടുവരേണ്ടുന്നതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യേശുക്രിസ്തുവിലൂടെ ദൈവം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇങ്ങനെ വന്ന് മാർജിനിലേക്ക് നീങ്ങി നിൽക്കുമ്പോൾ, അത് തിരിച്ചറിയുന്ന മനുഷ്യ സമൂഹത്തിന് കൊടുക്കുന്ന വലിയ ഉൾപ്പുളകങ്ങളാണ് പ്രിയപ്പെട്ട ലിജോ അച്ഛൻ പറയാൻ ആഗ്രഹിച്ചത്. അത് മതബന്ധിതമല്ല എന്നും ഏതെങ്കിലും ഒരു ഘടനയ്ക്കകത്ത് മാത്രം നിൽക്കുന്നതല്ല എന്നും പറയുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും അധികാരത്തിൻ്റെതായ ചില ക്ലിക്കുകൾക്കകത്താണ് ഇന്ന് എല്ലാം പ്രവർത്തിക്കുന്നത്. ഈ അധികാരമുള്ളവരുടെ അധികാരം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളത് ഇപ്പം വരുന്നുണ്ട്. പക്കാ സാമ്പത്തികതയിലാണത്. ഏറ്റവും കൂടുതൽ ധനം കയ്യിലുള്ളവരാണ് അധികാരിയെ നിശ്ചയിക്കുന്നത് തന്നെ, ഭരിക്കുന്നവരെ നിശ്ചയിക്കുന്നത് തന്നെ. അതാണ് ഇപ്പോൾ ലോകത്തിന്റെ പ്രവണത. അങ്ങനെ വരുമ്പോൾ ആരുടെ കൂടെയാണ് ദൈവം എന്നുള്ള കണ്ടെത്തലാണ് ക്രിസ്മസ് തരുന്ന സന്ദേശം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. താങ്ക് യു. അടുത്തത് ജിബു ചെറിയൻ സർ. Yeah, I presume you all can hear me. I have a problem with my camera, which is, I think, is something to do with destiny. I'm not criticizing what the Achin said, but if you look at that topic, Christmas is the joy of the marginalized. It is obviously, and in context of what Achin said, is the joy of the marginalized 2000 years ago. And let us also clearly understand the people who went through the trauma of that time did not know that this was Christmas. Christmas week, as we know it, came to be functional a lot more later. Yes, there was the upliftment of people at that time, but it was also because they were actors in a cosmic drama which was there at that time, in the birth of Jesus. And birth of Jesus culminated in teachings to the Christians 30 years later. Now, if you say Christmas is the joy of the marginalized, take today's circumstances, 2024 years later, I would totally disagree with the topic, because today it is just cannot be the joy of the marginalized. Christmas is for the affluent today. It's a matter of celebration. And if you go to the Western countries, even Singapore, which is not Christian, they start their sort of, inverted commas, Christmas celebrations around about the 1st of December. And Christmas today, as the people know it, has become a commercial enterprise as much as Valentine's Day or any other particular festival to that extent. It is a festival which takes importance. Second is that we all are very proud of the fact that we have a great Christmas carol, singing, which went around from many areas, etc.
But let us also be honest to ourselves. The main lubrication for the Christmas carol singing on the road is alcohol. Then only all the spirit comes forward and all the tullal and everything comes forward. In Bombay, where I am staying, there must be 15 to 16 Marthoma churches. Only 4 or 5 got on to feeding of the poor on Christmas Day, which is a token affair. Good. The Catholics were doing this in plenty in the different parishes that they have dotted all over Bombay. And it is in that sense that, yes, do we, as I said, Christmas is definitely for the affluent. Even when you come to church, the guy who's well dressed, his Christmas response is a whole lot better. Now, all this might sound to you as contrarian. It got nothing to do with the thing of Christ. But that is the reality of what Christmas is today. Now, in the churches also, the message of Christmas is also getting diluted because of time constraint. And after this particular episode of 3-4 days of Christmas, Christmas is totally forgotten the rest of the year, and in the what is that, 51 weeks after that. Now, the Marthoma Church itself, it's not become the joy of the marginalized. Like I say, in our mission centers, are we doing anything to help them out at Christmas except for a token meal that may be given to them? Or in my Bombay, we have got this Kamshet Center, Lonavala Center, etc., Navjeevan Center. Except for that particular meal which embodies Christmas, how much are we doing to help those things? We are believing in magnificent functions, whereas a lot more money could have gone over to the people who could have benefited from it. Now, in that context, Christmas as the joy of the marginalized, no. Christmas Day is a joy of the marginalized because on that day they will get some food in some of these places. Now, we were taught that authority in another era, etc., etc. And I said, people in that era did not, 2000 years ago when Christ was born, they did not know that that was part of Christmas, that they were in Christmas. Christmas as a label came much later. So I'll conclude by saying that yes, Sachin said, it's societies, friends, sharing. It's only among equals. It is never from a middle class to a lower middle class. It's never from a employer to the lowest of employees. He might have a Christmas party, but the spirit of Christmas is not shared. Thanks very much for listening to me. Absolutely contrarian view, but I think this is reality. Thanks. Thank you, Jibu. ഞാനാണ് കൈപൊക്കിയിരിക്കുന്നത്. സംസാരിക്കാമോ? സംസാരിക്കാം. ഞാന് ലിജോസി ജോസഫ് അച്ഛന്റെ പ്രഭാഷണത്തില് പറഞ്ഞ എല്ലാ വിഷയങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെയാണ്. ആ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ 1-2 അഭിപ്രായങ്ങൾ കുറച്ചുകൂടെ ലളിതവൽക്കരിച്ച് അതുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ ഒരു ആശയം പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാന് ആലംബഹീനരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും ആഹ്ലാദമാണ് ക്രിസ്മസ് എന്ന പേരിൽ കുറെ നാൾ മുമ്പ് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയായിരുന്നു. ഒരു നല്ല പ്രസിദ്ധീകരണത്തിൽ അത് പബ്ലിഷ് ചെയ്തു വന്നാൽ. ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിച്ച വിഷയം, ഈ സ്ത്രീ എന്ന് പറയുന്ന അവഗണിക്കപ്പെട്ട ഇസ്രയേൽ അല്ലെ യഹൂദ ജനങ്ങളുടെ മുമ്പില് എന്നെ ഒരു സ്ത്രീയായും പട്ടിയായും ജനിപ്പിക്കാഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന പുരുഷ മേധാവിത്വ സമൂഹത്തില് കന്യക മറിയം നമ്മൾ പറയുന്ന മറിയ എന്ന സാധു പെൺകുട്ടിയെ തേടി വന്ന ദൈവം അതിലൂടെ സ്ത്രീത്വത്തിനെ മാനിക്കുന്ന അവഗണിക്കപ്പെട്ട സ്ത്രീകൾക്ക് അംഗീകാരം നൽകിയതായിട്ടാണ് ഒന്നാമതായിട്ട് ആ ലേഖനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. 2, എലിസബത്ത് എന്ന് പറയുന്ന മച്ചിയായ വ്യക്തിയുടെ ആമോദമായിട്ട് ആ ക്രിസ്മസിനെ മാറ്റുകയാണ്. കാര്യം അനപത്യ ദുഃഖം എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇസ്രയേൽ യഹൂദ പാരമ്പര്യത്തിൽ അനപത്യത എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പാപം പോലെ ആയ ഒരു സാഹചര്യമായിരുന്നു. അതിന് ആ എലിസബത്തിന്റെ ഒരു ആമോദമായിട്ട് അത് മാറി. പിന്നെ കാണുന്നത് ഈ ലോകത്തിൽ യഹൂദന്മാർ
ഏറ്റവും മോശമായിട്ട് കരുതുന്ന ഒരു വിഭാഗമാണ് ആട്ടിടയന്മാർ. ഈ ആട്ടിടയർ എന്ന് പറഞ്ഞാല് സ്വന്തം ഭവനത്തിൽ പോലും കഴിയുവാൻ സാധിക്കാതെ, വീട് പോലും ഇല്ലാതെ മരുഭൂമിയിലും പുൽത്തടങ്ങളിലും അന്തി ഇറങ്ങുന്ന ഒരു വിഭാഗം. അവരാണ് ഈ യഥാർത്ഥ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധി. ഈ ലോകത്തുള്ള എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രതിനിധിയായ ആട്ടിടയരുടെ ആമോദമായിട്ടാണ് ക്രിസ്മസ് മാറിയിരിക്കുന്നത്. അങ്ങനെ ഇവന് അന്നത്തെ കാലത്തെ വാനനിരീക്ഷർ പോലും അവഗണിക്കപ്പെട്ടവരായിരുന്നു. കാര്യം കോപ്പർനിക്കസിനെയും ഗലീലിയോയെ പോലും പണിഷ്മെന്റ് കൊടുത്തിയ സമൂഹം. അത് അന്നല്ല, അതിന്റെയൊക്കെയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം പണിഷ്മെന്റ് കൊടുത്തു. അപ്പൊ ഈ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടവര് മൊത്തം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അവിടെ ആമോദിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാകുന്നത്. അവിടെ കൊട്ടാരത്തിന്റെ അധിപനായ ഹെരോദാവിന്റെ ദുഃഖമാണ് അവിടെ കാണുന്നത്. ഹെരോദാവിനെ പോലെ അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകങ്ങളെ ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുമ്പോൾ അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിന്ദിതരും ആയ ജനസമൂഹം, പിന്നെ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിൽ കൂടെ നിന്ദിതരും പീഡിതരും പാപികളും ചുങ്കക്കാരികളും ആണ് ആമോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് യേശു കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുമസ് തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയല്ല പറഞ്ഞത്. ക്രിസ്തുമസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ലോകത്തിൽ ഉണ്ടായപ്പോൾ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദമായിട്ട് ആയിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും കൂട്ടിച്ചേർക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. താങ്ക് യു വിൽസൺ. അടുത്തതാരാണ്? ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. സാറേ, എനിക്ക് ഒരു കാര്യം ഒന്നിനോട് സൂചിപ്പിക്കാനുള്ളത്, ഈ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്മസ് എന്ന ഒരു സന്ദേശമാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതും എപ്പോഴും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചിന്തയിൽ പലപ്പോഴും ഈ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യം, ക്രിസ്തുവിന്റെ ജനനശേഷം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ടത്തോടു കൂടി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുടെ ചോരപ്പുര ഒഴുകുകയും 10,000-കണക്കിന് മാതാപിതാക്കളും ബന്ധുജനങ്ങളും നിലവിളിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം എങ്ങും ആരും അഡ്രസ്സ് ചെയ്യുന്നതായി കാണുന്നില്ല. ക്രിസ്തു ജനിക്കുന്നു, അതെല്ലാം സന്തോഷമാണ്, അതിന്റെ ഒരു ആഘോഷങ്ങളും അതിന്റെ ഒരു തിമിർപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മളെല്ലാം പലരും സൂചിപ്പിച്ചതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും അവരെ ഇതോടൊപ്പം നിർത്തുകയും ചെയ്തു എന്ന് പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ നടന്ന വലിയൊരു കൊലപാതകം, ഒരു കുഞ്ഞിന്റെ ജനനത്തോടു കൂടി സംഭവിച്ച ഒരു സമൂഹത്തിൽ മൊത്തത്തിലുണ്ടായ നമുക്കൊരു പക്ഷേ സങ്കല്പിക്കാൻ കഴിയുമോ ആ ഒരു ചിന്താഗതി, ആ ഒരു സംഭവം നമ്മുടെ ഒരു ജീവിതത്തിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിലാണ് വരുന്നതെങ്കിൽ, ഒരു പക്ഷെ അതിനെക്കുറിച്ച് ഒരു ചിന്തകന്മാരും ഒരു പ്രസംഗകരും ഒരു വിഷയാവതാരവും എങ്ങും പരാമർശിച്ച് കാണുന്നില്ല. അപ്പൊ എന്തേ നമ്മൾ അതിനെ അങ്ങ് ഒഴിവാക്കി കളയുന്നത്? അതും കൂടെ പരിഗണിക്കേണ്ടതല്ലേ? ഇന്നിപ്പോ ഈ പറയുമ്പോഴും നമ്മളെല്ലാം വലിയ കാര്യത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും മറ്റു രാജ്യങ്ങളിലും ഒക്കെ എന്തും ഇതിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഈ സമൂഹം ഒന്നടങ്കം ഒരുപാട് എഴുത്തുകാരും ഒരുപാട് ചിന്തകരും ഒരുപാട് ദർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തെ എന്തുകൊണ്ടാണ് വിട്ടുകളയുന്നത് എന്ന ഒരു സംശയം എനിക്ക് ഒന്ന് ചോദിക്കാനായിട്ടുണ്ട്. കെ എ ബ്രാച്ചിനുണ്ടോ? കെ ബ്രാച്ചൻ ഇല്ല. മുൻമറിക്കച്ചനുണ്ടോ? സംസാരിക്കട്ടെ. അല്ല, ആ ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരം പറയുന്നതല്ലായിരിക്കും എന്നാ എന്റെ അഭിപ്രായം. ആർക്കെങ്കിലും ഉണ്ടെ പറയാം. ഒരു കാര്യം ചെയ്തിട്ട് അലക്സാണ്ടർ തോമസ് സാർ സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് എനിക്ക് എന്റേതായ ഒരു വേർഷൻ അതിനകത്ത് പറയാനുണ്ട്. അത് ശരിയാണോന്നൊന്നുമില്ല. അലക്സാണ്ടർ സാർ. ഓക്കെ. നമ്മുടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്നത്തെ ഒരു സ്പീച്ച് തന്നെ വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു സ്പീച്ച് തന്നെയായിരുന്നു. നമ്മൾ ഈ പാർശ്വവൽക്കരിക്കണം എന്ന് പറയുമ്പോൾ
എൻ്റെ അഭിപ്രായത്തിൽ അത് പ്രധാനമായിട്ട് അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉച്ചനീക്കങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ പണ്ട് മുതലേ തന്നെ ചാതുർവർണ്ണ്യം നിലവിലുള്ള ഒരു രാജ്യമാണ്. ഇപ്പോഴും പല രൂപത്തിലാണെങ്കിലും അത് നടന്നു വരികയാണ്. അപ്പൊ ഇതുകൊണ്ട് ശരിക്കും അത് പെട്ടെന്ന് തന്നെ അത് മാറില്ല. അപ്പൊ ഈ ക്രിസ്മസിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ തന്നെയും ഈ ക്രിസ്മസിന് നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസ് വീടുകളിൽ സഞ്ചരിക്കുന്ന കരോൾ സർവീസ് പോകുമ്പോൾ തന്നെ എവിടെയൊക്കെ ഏതൊക്കെ വീടുകളിൽ കരോൾ സംഘങ്ങൾ കയറി എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം നമ്മൾ മാർത്തോമ്മക്കാരുടെ അടുത്തും അല്ലെങ്കിൽ അതുപോലെ തന്നെ ധനാഢ്യന്മാരുടെ അടുത്തും മാത്രമാണ് ഈ ക്രിസ്മസ് കരോൾ സഞ്ചരിക്കുക. ഇതൊക്കെ മറ്റുള്ള ആളുകളും പ്രത്യേകിച്ചിട്ട് കുട്ടികളും മറ്റുള്ള മതസ്ഥരാണെങ്കിൽ കൂടിയും അവരുടെ ഭവനത്തിൽ കൂടി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിടെ ആളുകൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം ഘോഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ തന്നെ അത് തന്നെ ഒരു പാർശ്വവൽക്കരണമാണ്. കാരണം സാമ്പത്തികമില്ല. ഇതെല്ലാം തന്നെ ക്രിസ്മസിന്റെ ഈ ആഘോഷങ്ങൾ എല്ലാം തന്നെ കൊമേഴ്സ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അത് ക്രിസ്മസ് പാപ്പായുടെ എണ്ണം കൂട്ടുക എങ്കിലും തൊപ്പി മുതൽ കുപ്പായം വരെ കച്ചവട സാധനങ്ങളാണ്. ഇത്തരം ഈ കച്ചവടങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ക്രിസ്തുവിന്റെ ജനനത്തിനെ നമ്മൾ കൊണ്ടാടുന്നതിന്റെ ഒരു കാരണം. കാരണം ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്. അനവധി പേർ തന്നെ മത്സ്യബന്ധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ കാലത്തെ ഒരു പക്ഷെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആളുകളെ തന്നെയാണ് ക്രിസ്തു തന്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ സഭ തന്നെ പുറമേ നിൽക്കുന്ന ഒരാളിന് തോന്നുന്നു മാർത്തോമാ സുറിയാനി ക്രിസ്ത്യൻ സഭ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു വലിയൊരു ആഢ്യത്വമുള്ള ഒരു രീതിയിലേക്കാണ് അതിനകത്ത് കൊണ്ടുപോകുന്നത് തന്നെ. ഇവിടെ ഇതിനൊക്കെയാണ് നമ്മളൊരു മാറ്റം വരുത്തേണ്ടത്. കാരണം ഇങ്ങനെ ഒരു സംഭവത്തിന് മറ്റുള്ളവരെ നമ്മൾ അകറ്റി നിർത്തുകയാണ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് തന്നെ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന ഈ സമ്പ്രദായങ്ങൾക്ക് എങ്ങനെയാണ് ഒരു തടസ്സം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ മാറേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സമയം വളരെയധികം മാറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സാമ്പത്തിക ഉച്ചമില്ല നമ്മുടെ പരിസരത്തുള്ളതും നമ്മുടെ ചുറ്റുപാടുള്ളതും ആയിട്ടുള്ള ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുവാനും ക്രിസ്തുവിനെ അറിയാത്തവരുമായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. നമ്മൾ ഇവരെ കണ്ടെത്തുകയും ഇവരെ കൂടെ നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. എല്ലാവർക്കും തന്നെ ഒരു നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു. താങ്ക് യു. വിൽസൺ സംസാരിക്കാം. ഞാൻ അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അതിന്റെ കാരണം ക്രിസ്തുവിന്റെ ജനനമല്ല, ഏറോദാവിന്റെ അധികാര പ്രമത്തതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലോകത്തിൽ പലപ്പോഴും അനീതികളും നിർദോഷികളും പീഡിക്കപ്പെടുന്നത് ഏകാധിപതികളുടെ കാരണം കൊണ്ട്. ഇപ്പൊ ഇവിടെ യേശുക്രിസ്തുവോ അല്ലെ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോ അല്ല ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലിന് ഉത്തരവാദികള്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഹെരോദാവ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ അധികാരവും ഏകാധിപത്യവും അധികാര പ്രമത്തതയുമാണ് അതിനകത്തെ കാരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ട്, ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴ് ഈ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഹിസ്റ്ററിയിൽ സ്ഥാനം ഉണ്ടെന്നാണ് ഈ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഈ ഹെരോദാവിന്റെ കൂട്ടക്കൊലയെ പറ്റി ചരിത്രത്തിൽ ഒരു സ്ഥാനമില്ല എന്നാണ് പല ലേഖനങ്ങളിൽ നിന്നും വായിക്കാൻ പറ്റിയത്. ഈ റാമായിലെ ഒരു കൂട്ടക്കരച്ചിൽ എന്ന് പറയുന്ന ഒരു പ്രവചനം നിവർത്തീകരിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതാണെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളതിന്റെ ഈ സുവിശേഷകരെ ഒന്നും കുറ്റപ്പെടുത്തി പറയല്ല, അങ്ങനെ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. എന്നാലും ബേത്ലഹേമിന്റെ പശ്ചാത്തലത്തില് 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസ്യ യോഗ്യതയല്ല. ഒരു തികച്ചും ഗ്രാമീണമായ ഒരു സാഹചര്യത്തിൽ ഈ 10,000 കുഞ്ഞുങ്ങളൊന്നും ആ പറഞ്ഞ സ്ഥലത്തൊന്നുമില്ല. ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളിൽ കൂടി വന്നു കഴിഞ്ഞാൽ 20 താഴെ കുഞ്ഞുങ്ങളെ ആ പ്രായത്തിലുള്ളവർ ആ നാട്ടില് ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു പഠനം ഞാൻ അടുത്തിടെ വായിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ക്രിസ്തുവിലോ അല്ലെങ്കിൽ ശിശുവിന്റെ ജനനത്തിലോ ആരോപിക്കാതെ ഹെരോദാവെന്നോ അല്ലെങ്കിൽ അധികാരപ്രമത്തതയുടെയോ അല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെയോ മനുഷ്യന്റെ ദുരയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ തെറ്റായ ചിന്താഗതിയിൽ ആരോപിക്കുന്നതല്ലേ കൂടുതൽ ഉചിതമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
വേറെ ആരെങ്കിലും കൈ കിട്ടുണ്ടോ? ജോർജ് ഓനാൻ സാറ്. ജോർജ് ഓവൻസ് സാർ. സാറേ, കുറച്ച് പ്രായത്തിന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, ക്രിസ്മസ് നമ്മുടെയൊക്കെ പള്ളികളിൽ പണം ഉണ്ടാക്കുന്ന ഒരു കാലമായി മാറിയിട്ടുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ ഞാനിപ്പം ഇടപെട്ടിട്ടുള്ള പള്ളികളിലെല്ലാം ക്രിസ്മസ് കാലം നമുക്ക് പാട്ടും പാടി ചെന്ന് പണം വാങ്ങിക്കുക. അതിനൊരു മാറ്റം വരണം. രണ്ടാമതൊരു കാര്യം, ഇപ്പൊ തന്നെ ഒരു സഹോദരൻ പറഞ്ഞ ഒരു കാര്യം, ക്രിസ്മസ് കാലത്തല്ലേ സത്യത്തിൽ ഞാൻ പലയിടങ്ങളിലും കാണുന്ന ഒരു കാര്യമാണ്, യേശുക്കുഞ്ഞിനെ നമ്മൾ കൊല്ലുന്നുണ്ട് ക്രിസ്മസിന്. വെള്ളമടിച്ച് വാസ്തവത്തിൽ ക്രൈസ്തവമായ എല്ലാ ഇതും നഷ്ടപ്പെടുത്തി യേശു യഥാർത്ഥത്തിൽ ഉള്ളങ്ങളിൽ വീണ്ടും ജനിക്കുന്ന അനുഭവത്തിന് പകരം ഒരു ക്രിസ്ത്യൻ ക്വാളിറ്റിയും കാണിക്കാതെ ക്രിസ്മസ് വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ ഉല്ലാസിച്ച് വീട്ടിൽ പോലും കലഹവും എല്ലാം ഉണ്ടാക്കുന്ന കാലമായി മാറിയിരിക്കുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെയൊക്കെ ഏതെല്ലാം ഇടവുകളാണോ ആ ഇടവയുടെ ഭാഗങ്ങളിൽ നമ്മളൊരു വലിയ സർവേ നടത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന് പാട്ടുപാടി ഒരു പൈസയും വാങ്ങിക്കാതെ അവർക്കൊരു സഹായം, അത് നമ്മുടെ അംഗങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, അംഗങ്ങളുടെ വീട്ടിൽ പോകുന്നതിനേക്കാളിൽ കൂടുതൽ അംഗങ്ങളല്ലാത്തവരെ കണ്ടുപിടിച്ച് അവരുടെ ആവശ്യം, ചിലപ്പം അയാൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വിഷയം കാണും, അത് കണ്ടുപിടിച്ച് ഒരു സർവേ നടത്തി നമ്മുടെ ഇടവുകളൊക്കെ അവരിലേക്ക് ചെന്ന് അവരിൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവമായി മാറണം. എനിക്കിന്ന് ലിജോ അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്നും എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഞാൻ പറയുന്നു. താങ്ക് യു. താങ്ക് യു സാറേ. വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല അച്ഛാ. ഇല്ല. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് ബെന്നി തോമസ് സാർ. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ശ്രീ ബെന്നി തോമസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് ജോൺ എന്ന് പറയുന്ന ഒരാളുടെ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. അത് കാണും. ഞാൻ ബോംബെ നിന്നാണ്. ഇപ്പൊ കാലത്തിനനുസരിച്ച് പുരോഗമിക്കാനുള്ള 21 നൂറ്റാണ്ട് കഴിഞ്ഞ് ക്വാർട്ടറായി, പിന്നെ നമ്മൾ പഴയ അവസ്ഥയിലാണ് പോകുന്നത്. ശരിയാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമ്മള് പുതിയ ജനറേഷനാണ് വരുന്നത്. അതിനനുസരിച്ച് കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കണം. പുതിയ ഡെവലപ്മെന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വേൾഡിലായാലും ഇന്ത്യയിലായാലും പൊതുവേ നല്ല ഡെവലപ്മെന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാലത്തിനനുസരിച്ച് നമ്മളും പുരോഗമിക്കണം. പഴയ കാലത്ത് എന്തെല്ലാം നടന്നുള്ളതായാലും നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എന്താണ് നടക്കുന്നത്, ഇനി ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നത്, നമ്മുടെ ജനറേഷൻ എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് വരുന്നത്, മുമ്പോട്ട് ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. പണ്ട് നമ്മൾ എന്തെല്ലാം കാണിച്ചു അതങ്ങനെ നോക്കാം. പണ്ട് നമുക്ക് വീഴ്ചകളും പോരായ്മകളും എല്ലാം വന്നിട്ടുണ്ട്. അതൊക്കെ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിള്ളേരെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ ഡെവലപ്പ് നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ. ക്രിസ്മസിന് ഇപ്പൊ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി അങ്ങനെയല്ല പറഞ്ഞു. നമ്മളിപ്പം കുറച്ചെല്ലാം നല്ല ഡെവലപ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് കാണുന്നത്. നമ്മൾ മുമ്പോട്ട് പോകണം. പഴയ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ വരേണ്ടത്. പ്രായത്തെ മനസ്സിൽ നോക്കണം, ഇത് ചെയ്യണം, നമ്മൾ കോപ്പ് ചെയ്യണം. ഇനി ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബെന്നി അല്ല അച്ഛാ, രാജു പുലിക്കോട്ടിൽ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. രാജു പുലിക്കോട്ടിൽ, ജി എം രാജു. ഓക്കെ രാജു. ഓക്കെ അച്ഛാ, ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ വിഷയം ഏറ്റവും ആനുകാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരല്പം വ്യത്യസ്തമായിട്ട് ഒരു ചിന്ത എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഒരു പൊതുവുള്ള ചിന്തയ്ക്ക്
പുറത്തുള്ള ചിന്തയായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ പലപ്പോഴും ഈ കർത്താവിൻ്റെ ഈ ജനനപ്പെരുന്നാള്, അതുപോലെ തന്നെ കർത്താവിൻ്റെ ക്രൂശ് മരണം, ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. എന്നാൽ ഈ കർത്താവിൻ്റെ ഈ 3.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ 33.5 വർഷക്കാലത്തെ ജീവിതത്തിനിടയ്ക്ക് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് യാതൊന്നും തന്നെ കർത്താവോ ശിഷ്യന്മാരോ ഒന്നും സൂചിപ്പിച്ചതായിട്ട് നമ്മുടെ സുവിശേഷങ്ങളൊന്നും വായിക്കുന്നില്ല. ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കർത്താവിന്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട അന്ത്യാത്താഴത്തെക്കുറിച്ചും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ചും ഒക്കെയും പറഞ്ഞപ്പോഴും കർത്താവിന്റെ മറ്റ് പ്രവർത്തനങ്ങളുടെ അത്രയും പ്രാധാന്യമൊന്നും ഈ കാര്യങ്ങൾക്കൊന്നും കർത്താവ് തന്നെ കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇതിനൊക്കെയാ. കർത്താവിന്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങള്, ആചാരങ്ങള്, അതുപോലെ തന്നെ ജനപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ആചാരങ്ങള്. നമ്മുടെ ഇപ്പോഴും പള്ളികളിൽ ഉള്ള ഒരേ ഒരു ചടങ്ങ് വിശുദ്ധ കുർബാന മാത്രമാണ്. അത് ആരാധന എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധ കുർബാന എന്ന ജനങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ പള്ളിയിൽ ആൾ പോലും കൂടത്തില്ല, ആ ഒരു സ്ഥിതിയാണ്. ഇത് ഒരു കാര്യം. രണ്ടാമത്, നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദം. നമ്മൾ സാമൂഹ്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. അതിനുള്ള പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം അതല്ല. കർത്താവിന് ഇങ്ങനെയുള്ള ഒരു താല്പര്യം ആയിരുന്നു എങ്കിൽ അത് നിഷ്പ്രയാസം സാധിക്കാവുന്നതേ ഉള്ളായിരുന്നു. കാരണം അതിന് പറ്റിയത് രാഷ്ട്രീയ അധികാരമാണ്. കർത്താവ് രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന് വേണ്ടി ഒട്ടും തന്നെ മുതിർന്നിട്ടില്ല. കർത്താവിൻ്റെ പരീക്ഷകൾ തന്നെ അത്തരം ഒരു അധികാരത്തെ ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. എന്നാൽ രാഷ്ട്രീയ അധികാരം നേടിയിരുന്നെങ്കിൽ ഇതൊക്കെയും സാധിക്കുവാനായിട്ട് വളരെയധികം എളുപ്പമായിരുന്നു. അപ്പോൾ ഈ വിമോചനം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുമ്പോൾ ഈ ലൗകികമായിട്ടുള്ള വിമോചനം, രക്ഷ എന്നതാണോ മുഖ്യമായത്, അതോ നിത്യമായ രക്ഷ എന്നുള്ളതാണോ? രണ്ടിനും ഒരേപോലെ പ്രാധാന്യം ഉണ്ടോ? കാരണം ആദ്യത്തതിന് പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയേനെ. അപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ നിത്യമായ രക്ഷ എന്നുള്ള ഒരു സബ്ജക്റ്റിനല്ലേ. നമ്മുടെ ഈ ഗ്രൂപ്പുകളും നമ്മുടെ ചർച്ചകളും ഒന്നും അതിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നില്ല. അപ്പോൾ ഈ നിത്യമായ രക്ഷയാണോ അതോ ഈ ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള രക്ഷ എന്നുള്ള വിഷയത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശദീകരണം ലഭിച്ചാൽ കൊള്ളാം. താങ്ക് യു. നിത്യമായ രക്ഷ, ഭൗതികമായ രക്ഷ എന്നൊക്കെ പറയുന്നതിൽ ഉള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് നാം വിലയിരുത്തുന്നത്? യേശു അന്ത്യന്യായവിധിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധിയുടെ മാനദണ്ഡം ഭൗതികമായി ഈ ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്ന രക്ഷയുടെ അനുഭവങ്ങളാണ് അന്ത്യന്യായവിധിക്ക് അടിസ്ഥാനമെന്ന്. അതുകൊണ്ട് അത് തമ്മിൽ വേർതിരിക്കാൻ ഒക്കുന്നതല്ല. ഭൗതിക രക്ഷയും നിത്യമായ രക്ഷയും രണ്ടായിട്ട് വേർതിരിച്ച് ഭൗതികമായ രക്ഷയൊന്നും വേണ്ട, നിത്യമായ രക്ഷ മതി എന്ന് പറഞ്ഞ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത് ശരിയായിട്ടുള്ളതല്ല. അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെയുള്ളതാണ്. കാരണം ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിലൂടെയാണ് നിത്യമായ രക്ഷയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത്. യേശു അത് വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ പറഞ്ഞു. എനിക്ക് വിശന്നു, ദാഹിച്ചു, രോഗിയായിരുന്നു, തടവിലായിരുന്നു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, കൂട്ടി, ഉടുപ്പിച്ചു, വെള്ളം തന്നു, എല്ലാം ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ നിത്യരാജ്യത്തിന് അവകാശികളായി പോകുന്നു, നീതിമാന്മാരായി പോകുന്നു. ഇത് ചെയ്യാത്ത ആളുകൾ, കാണാത്ത ആളുകൾ, കണ്ണില്ലാത്ത ആളുകൾ, അവരിതൊന്നും കാണാത്തവരാണ്, അവർ നിത്യദണ്ഡനങ്ങൾക്ക് വിധേയമായി തീരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ രാജു ഇപ്പം പറഞ്ഞ വിധത്തിൽ ഇത് തമ്മിൽ വേർതിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടും ഒരുപോലെയുള്ളതാണ്. ഭൗതികമായ രക്ഷയുടെ
തുടർച്ചയായിട്ടാണ് നിത്യമായ രക്ഷയിലേക്ക് മനുഷ്യനെ വിളിക്കപ്പെടുന്നതും ആകർഷിക്കപ്പെടുന്നതും ദൈവിക രക്ഷാപദ്ധതിയിലെ അംഗമായി തീരുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആ രക്ഷയുടെ അനുഭവം നമ്മളുടെ പ്രവർത്തികളിൽ ലോകം കാണുക കൂടെ ചെയ്യണം. അതിന് കാണുന്നില്ലെങ്കിൽ അത് നമ്മുടെ രക്ഷയുടെ അനുഭവം ശൂന്യമായി പോകും എന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛാ, രാജവഞ്ചേരി അച്ഛൻ പറഞ്ഞോ. മുമ്പ് ഈ രാമയിലെ വിലാപത്തെ കുറിച്ച് പറഞ്ഞതിനെ എന്റെ ഒരു വായനയെ ഞാൻ മനസ്സിലാക്കിയത്, ഈ യേശുവിന്റെ ജനന സമയത്ത് മരിച്ചു എന്നുള്ളതിന്, ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഹെരോദാവിന്റെ ശത്രുതയും കാപട്യവും പാവങ്ങളെയും കുട്ടികളെയും പോലെയുള്ള നിരപരാധികളെ കൊലപ്പെടുത്തുന്ന, അതുപോലെ അടിച്ചമർത്തലുമുള്ള ഒരു സാഹചര്യത്തിലാണ് മശിഹ ജനിച്ചതെന്നുള്ളത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. ലോകത്തിന്റെ കുറ്റകൃത്യങ്ങളും വേദനകളും ഒക്കെ മശിഹ ജനിക്കുന്ന കാലയളവിൽ അതൊരു യാഥാർത്ഥ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. സ്വീകരണവും എതിർപ്പിന്റെയും പശ്ചാത്തലത്തിലാണ് യേശു ജനിച്ചത്. അതങ്ങനെയുണ്ട്. ബിനു ജോണത്തിന് കുറിപ്പിട്ടിരുന്നു, അത് വിദ്വാൻമാർക്ക് വഴിതെറ്റി കൊട്ടാരത്തിൽ ചെന്നതിന്റെ തിക്തഫലമായിരുന്നു. അതെ, അങ്ങനെ അല്ല ഞാൻ പറഞ്ഞ മശിഹായുടെ ജനനം സമാധാനവും സന്തോഷവും നൽകുന്നതിന് വേണ്ടി. അപ്പം ഇവിടെ ഒരുതി പറഞ്ഞു കഴിഞ്ഞാല് ദ ക്രൈ ഓഫ്, ഇതൊരു രാമയിലെ ആ ഒരു വിലാപം, ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതും ഒരു ക്രിസ്മസ് സോങ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ ദ ക്രൈ ഓഫ് രാമ ഈസ് ഓൾസോ എ ക്രിസ്മസ് സോങ് ഇൻ സോളിഡാരിറ്റി വിത്ത് ദോസ് പീപ്പിൾ ഹൂ സഫർ ആൻഡ് ആർ വിക്ടിംസ് ഓഫ് വയലൻസ്, ഒപ്രഷൻ ആൻഡ് ഇൻജസ്റ്റിസ്. അവരോട് ഈ വയലൻസിനും ഒപ്രഷനും ഇൻജസ്റ്റിസിനും ഒക്കെ വിക്ടിമായ ആളുകൾ, സഫർ ചെയ്യുന്ന ആളുകളോടുള്ള ഒരു സോളിഡാരിറ്റിയുടെ സോങ് ആയിട്ട് അതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. രാമയിലെ ആ വിലാപം അതിനൊരു ക്രിസ്മസ് സോങ് ആയിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഈ വിദ്വാൻമാരുടെ സംഗീതം മാത്രമല്ല, ദൂതൽ സംഘം പാടിയ അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്ന ആ ക്രിസ്മസ് ഗീതം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഗീതമായിട്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ, രാമയിലെ വിലാപത്തെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അതൊരു തരത്തിലുള്ള ഒരു ക്രിസ്മസ് സോങ് ആണ്. അത് ഈ വയലൻസും ഒപ്രഷനും ഇൻജസ്റ്റിസും അനുഭവിക്കുന്ന ആളുകളോട് ഏകീഭവിക്കുന്ന ഒരു ക്രിസ്മസ് സോങ്. അപ്പൊ അവർക്കും അങ്ങനെയുള്ള ആളുകളോടുള്ള ഒരു സോളിഡാരിറ്റിയുടെ, ഐക്യദാർഢ്യപ്പെടുന്നതിന്റെ ഒരു സന്ദേശമായിട്ട് നമുക്കതിനെ ആ രീതിയിൽ ഇരമ്യ പ്രവചന പുസ്തകത്തിൽ നിന്ന് മത്തായി അത് കോട്ട് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് യേശു ജനിച്ചതിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതിനേക്കാൾ, അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഹെരോദാവിന്റെ ക്രൂരതയും ശത്രുതയും പിന്നെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു സംഭവത്തിന്റെ നടുവിലാണ് യേശു ജനിച്ചത് എന്ന ഒരു വായന ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊരു നല്ല ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ ചരിത്രത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ പുരാണ കഥാപാത്രങ്ങൾ തന്നെ ശ്രീകൃഷ്ണൻ ജനിക്കുന്ന സന്ദർഭത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. മോശ ജനിച്ച സന്ദർഭത്തിൽ എബ്രായ കുഞ്ഞുങ്ങൾ അവർ നദിയിൽ എറിയപ്പെടാനായിട്ട് അവരെ കൊല്ലുന്നതിനും വേണ്ടി ഫറവോൻ ഉത്തരവിടുന്നു. ഹെരോദാവ്, ചരിത്രത്തിൽ ഇങ്ങനെയുള്ള വിമോചകന്മാരൊക്കെ, പ്രത്യേകിച്ചും മോശ, യേശുക്രിസ്തു, വലിയ വിമോചകനായ യേശുക്രിസ്തുവിന്റെ ജനനത്തിലും പാപവിമോചകനായ യേശുക്രിസ്തുവിന്റെ ജനന സമയത്തും ഇങ്ങനെ ധാരാളം കുഞ്ഞുങ്ങൾ ബലിയാടാക്കപ്പെടുന്ന ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ പലയിടത്തും ഇങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും. നമ്മളിന്നും ഈ പാലസ്തീനിൽ നമ്മളിപ്പോ ഈ പല ആളുകളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇസ്രായേൽ കാണിക്കുന്ന ഏത് തോന്നിയാസത്തെയും അതിനെ സാധൂകരിക്കത്തക്ക രീതിയിലാണ് പലപ്പോഴും ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നത്. എത്രയെത്ര കുഞ്ഞുങ്ങളാ കൊല്ലപ്പെടുന്നത്. ഇന്നും ആ രാമയിലെ ഗീതം, രാമയിലെ ഈ വിലാപഗീതം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുകയാണ് ചെയ്യുന്നത്, നിലച്ചിട്ടില്ല. അപ്പൊ ചരിത്രത്തിൽ ഇന്ന് ഈ റാമയിലെ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, റാഹേൽ
അതോർത്ത് കരയുന്ന ആ കരച്ചിലിന്റെ ആ വിലാപത്തിന്റെ ഗീതം ഇന്നും തുടരുന്നെങ്കിൽ ഇന്നും ക്രിസ്മസിനൊരു പ്രസക്തിയുണ്ട്, ക്രിസ്തുവിന് പ്രസക്തിയുണ്ട്. സമാധാനം ആവശ്യമുള്ള ആളുകളുണ്ട്. ഓക്കെ അച്ഛാ. താങ്ക് യു. ജോർജ് യോഹന്നാൻ സാറ് പറഞ്ഞപ്പം ക്രിസ്മസിന് പോയി പണം പിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു ബിസിനസ്സാക്കി കൊമേഴ്സ്യലൈസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ പള്ളികളുടെയും മുഖ്യമായിട്ടുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരിതിനെ കാണുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളത്. അത് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോയെന്നും നമുക്ക് നിശ്ചയമില്ല. ബിനു ജോണച്ചൻ പറഞ്ഞ അഭിപ്രായം വേണേൽ അച്ഛനും അതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ അവസരം കൊടുത്താൽ നല്ലതായിരുന്നു. ബിനു ജോണച്ചൻ ഉണ്ടെങ്കിൽ പറയാമല്ലോ. ഞാൻ അച്ഛൻ്റെ മെസ്സേജ് വായിച്ചായിരുന്നു. ബിനു ജോണച്ചൻ ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ അച്ഛാ, ബിനു ജോണച്ചൻ. ആ അച്ഛൻ പറഞ്ഞു. എന്റെ ഒരു മനസ്സിലാക്കലെന്ന് എന്റേതായ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, അവർക്ക് ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കീറ്റുശീലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കാണുമെന്നും ആ അടയാളം പറഞ്ഞു കൊടുത്തിട്ടും യാത്രാമധ്യേ തങ്ങളുടെ രക്ഷകനായ രാജാവ് ഒരുപക്ഷെ കാലിത്തൊഴുത്തിനേക്കാൾ അധികം കൊട്ടാരത്തിലാണ് ജനിക്കുവാൻ സാധ്യത എന്നുള്ളൊരു ചിന്താഗതിയിൽ ലഭ്യമായ അടയാളങ്ങളും ലഭ്യമായ മാർഗനിർദ്ദേശങ്ങളും മാറി തെറ്റായ ഒരു ദിശയിലേക്ക് എത്തപ്പെട്ടതിന്റെ ഒരു പരിണിത ഫലമാണ് അങ്ങനെ അനേകം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുവാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവര് ഡയറക്റ്റ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ചെന്നിരുന്നുവെങ്കിൽ ഇത്രയും കുഞ്ഞുങ്ങൾ മരണപ്പെടുവാൻ സാധിക്കുകയില്ല. രാജാവിനോട് ചെന്ന് ചോദിക്കുന്നത്, ഹെരോദാവിനോട് ചെന്ന് ചോദിക്കുന്നത്, ഞങ്ങളുടെ രക്ഷകൻ എവിടെയാണ് പിറന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഞെട്ടലായി, എന്നേക്കാൾ വലിയൊരു രാജാവ് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ജനിക്കാൻ സാധ്യതയില്ല എന്നുള്ള ചിന്താഗതി. അതെവിടെയാണ് നിങ്ങൾ പോയി മനസ്സിലാക്കിയിട്ട് എന്നോട് വന്ന് പറയണമെന്ന് പറഞ്ഞു. പോയി കണ്ടിട്ട് വന്ന് പറയണമെന്ന് പറഞ്ഞിട്ടും അവർ തിരികെ വരാതിരുന്നപ്പോൾ അതും ഒരു വൈരാഗ്യത്തിന് കാരണമായി തീർന്നിരിക്കാം. അതുകൊണ്ടാണ് ആ ഒരു ജനനത്തെ കുറിച്ച് അവർ വന്ന് ചോദിച്ച് സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് മരണത്തിന് കാരണമായി തീർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ലഭ്യമായ നമ്മൾക്ക് ലഭ്യമായ അടയാളങ്ങളും മാർഗനിർദ്ദേശങ്ങളും വിട്ട് പല വഴികളിലേക്ക് നാം എത്തപ്പെടുമ്പോഴാണ് ഒരു പക്ഷേ നമ്മളും ഇത്തരം ചില സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്വാൻമാർക്ക് വഴിതെറ്റിപ്പോയതാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. നമ്മുടെ വിദ്വാൻമാർക്കും വഴി തെറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. താങ്ക് യു. ബെന്നി തോമസ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 82 മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ ഇന്നത്തെ വെബിനാറിൽ മോഡറേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, ഇന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ സ്നേഹിതരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 232ാമത്തെ ലൈവ് വെബിനാർ ഇവിടെ സമാപിക്കുകയാണെന്നുവല്ലോ. ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ വെബിനാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ അനുഗ്രഹീതമായി നമുക്ക് 232 വെബിനാറുകൾ നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വർഷവും യാതൊരു മുടക്കവും കൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും വ്യത്യസ്തമായ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും ഒക്കെയും ഇടയായി. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് പ്രാരംഭമായിട്ട് നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ വെബിനാർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച് ബഹുമാനപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയം ക്രിസ്മസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദം എന്ന വിഷയമായിരുന്നുവല്ലോ. ഇന്ന് ക്രിസ്മസ് ഒക്കെ കേവലം ഒരു ഭൗതികമായ ആഘോഷമായി മാറിയ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു ആമോദമായിരുന്നു ക്രിസ്മസ് എന്നുള്ളത്. പലപ്പോഴും നാം ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഭൗതികമായ ആഘോഷങ്ങളുടെ പിറകാലെ പോയി ക്രിസ്തുവിനെ യാഥാർത്ഥ്യമായി നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാതെ കേവലമായ ആഘോഷങ്ങൾ മാത്രമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ, ഈ വർഷ അവസാനത്തിൽ നമ്മളുടെ ഈ ചിന്തകളൊക്കെയും നമ്മളുടെ തുടർന്നുള്ള ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറയുവാനായിട്ട് ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേവലം കേട്ടതാണല്ലോ. നിശബ്ദമായത് പ്രതിധ്വനിച്ചതുകൊണ്ടാണ് ക്രിസ്മസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദമായി മാറിയത്. അതുപോലെ തന്നെ അത് ക്ഷതങ്ങളെ നക്ഷത്രങ്ങളാക്കുന്നു, പോകാൻ ഇടമില്ലാത്തവരുടെ ആഘോഷമാക്കുന്നു, കൂട്ടിൻ്റെ ഒരു
ചൂടുള്ളതാണ് ക്രിസ്മസ് എന്നൊക്കെയും വ്യത്യസ്തമായ ചിന്തകളെ ഇന്ന് അച്ഛൻ പ്രദാനം ചെയ്തു. പ്രത്യേകിച്ച് അച്ഛൻ്റെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അച്ഛന് നമ്മുടെ ഈ വെബിനാറിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. എന്നാൽ അതിനൊന്നും മുതിരാതെ അച്ഛൻ്റെ ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ, കുഞ്ഞ് ആശുപത്രിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി, കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി വ്യത്യസ്തമായിട്ടുള്ള ഈ ചിന്തകളെ അച്ഛൻ പ്രദാനം ചെയ്യുവാനായിട്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ നമ്മോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന് ഒത്തിരിയധികം സന്തോഷം നൽകുന്ന സംഗതിയാണ്. നമ്മുടെ ഈ വർഷത്തെ വെബിനാർ സമാപിക്കുന്നത് അച്ഛൻ്റെ ഈ വ്യത്യസ്തമായ ചിന്തകളോടുകൂടിയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ കാണിച്ച സ്നേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അച്ഛൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അച്ഛനെ നമ്മുടെ മീറ്റിങ്ങിൽ ഇപ്പോഴും ലോഗിനാണ്, കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല, എങ്കിലും എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിനെ മോഡറേറ്റ് ഇടുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. രാജു അഞ്ചേരി അച്ഛൻ വിൽസൺ കരിമ്പന്നൂർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ വെബിനാറിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ ഒരു സഹയാത്രികനാണ്. ഇതിന് വേണ്ടുന്ന നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ സാന്നിധ്യം അപൂർവം ചില വെബിനാറുകൾ ഒഴികെ എല്ലാ വെബിനാറുകളിലും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സമാപന പ്രാർത്ഥനകളൊക്കെയും മിക്കവാറും സമാപിച്ചത് അച്ഛൻ്റെ പ്രാർത്ഥനയോടു കൂടിയാണ്. അതിൻ്റെ അർത്ഥം അച്ഛൻ തുടക്കം മുതൽ അവസാനം വരെയും വെബിനാറുകളിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. ഇന്നും അച്ഛൻ ഈ വിഷയം മോഡറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഭംഗിയായി ഇതിൻ്റെ ഒരു ആമുഖ പ്രഭാഷണം നടത്തുകയും ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി തന്നെ നമ്മളോട് പറഞ്ഞു തരികയും അങ്ങനെ ഈ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി. അച്ഛൻ്റെ ഈ ധന്യമായിട്ടുള്ള സാന്നിധ്യം ഞങ്ങൾക്കെപ്പോഴും സന്തോഷം നൽകുന്നതാണ്. എല്ലാവരുടെയും പേരിലും ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛനോട് അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട പി മാത്യു അച്ഛനാണ്. അച്ഛനും നമ്മുടെ ഒരു നല്ല സ്നേഹിതനാണ്. ഇന്ന് പ്രാരംഭ പ്രാർത്ഥന ചെയ്തതിലുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ വിഷയത്തെപ്പറ്റി വ്യത്യസ്ത തലങ്ങളിലുള്ള ചർച്ചകൾ നടത്തുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ശിശുക്കളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഈ വിഷയത്തിൻ്റെ പഴയ അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഈ വിഷയ സംബന്ധമായിട്ടുള്ള സാങ്കത്യവും ഇപ്പോഴത്തെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ചർച്ചകൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ നടക്കുകയുണ്ടായി. ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട ഇട്ടി സാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജി സാമുവൽ അച്ഛൻ, ജിബു ചെറിയാൻ, അതുപോലെ തന്നെ വിൽസൺ കരിമ്പന്നൂർ സാറ്, അലക്സാണ്ടർ എൻ തോമസ് സാറ്, അതുപോലെ തന്നെ ചെറിയാൻ ജോൺ സാറ്, ബഹുമാനപ്പെട്ട ബിനു ജോൺ അച്ഛൻ, അതുപോലെ തന്നെ രാജു പുലിക്കോട്ടിൽ സാറ്, ബഹുമാനപ്പെട്ട ഡി സുനിൽ അച്ഛൻ, ഇവരൊക്കെയും ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വളരെ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ട് നമുക്കിടയായി. ഇവരോട് എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ അതുപോലെ നമുക്ക് നാളിതുവരെ സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നത് പ്രിയപ്പെട്ട ജോസ് മാത്യു ആണ്. അതിന് യാതൊരു വിധമായിട്ടുള്ള തടസ്സവും ഇതുവരെ നേരിട്ടിട്ടില്ല. ഈ വർഷം അവസാനിക്കുമ്പോൾ ജോസ് മാത്യുവിനോടും ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഇത്തരണത്തിൽ ജോസ് മാത്യുവിനുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിനെ ധന്യമാക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കൂടി വരുന്ന ഈ മീറ്റിങ്ങിനെ സ്നേഹിക്കുന്ന ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരുമാണ്. നമ്മളുടെ മീറ്റിങ്ങുകൾക്ക് ഒക്കെ തന്നെ ഏതാണ്ട് ആവറേജ് ഒരു 40-45 ആൾക്കാരിൽ കൂടുതൽ റെഗുലറായിട്ട് കൂടുകയും വിഷയ പ്രാധാന്യം അനുസരിച്ച് ആ അംഗസംഖ്യ കൂടുകയൊക്കെയും ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹമാണ്. മുടങ്ങാതെ ഈ മീറ്റിംഗ് ശ്രവിക്കുകയും ഇതിൻ്റെ പഠനങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ സ്നേഹിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വർഷമാണല്ലോ നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. പുതിയ പ്രതീക്ഷകളോടെ പുതിയ ചിന്തകളോടെ നമുക്ക് പുതിയ വർഷത്തിലായിരിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനോടും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛനോടുമുള്ള നന്ദി, നിങ്ങളോടെല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏവർക്കും അനുഗ്രഹീതമായ ഒരു പുതിയ വർഷത്തെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഡി സുനിൽ അച്ഛൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുന്ന് അവിടുത്തെ പുത്രനെ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് തള്ളപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ഏകീഭവിക്കുന്നതിന് വേണ്ടി ലോകത്തിലേക്ക് അയച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു.
ക്രിസ്മസിന്റെ കർത്താവ് ഒരു പുതിയ ഭാഷ്യം ലിയോ ജോസഫ് അച്ഛനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്മസ് ഇന്നും അതിന് സാങ്കത്യമുണ്ട്. കർത്താവെ, ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായി ഐക്യദാർഢ്യപ്പെടുമ്പോൾ, കർത്താവെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, കരുതുമ്പോൾ, അവിടുത്തെ വിമോചനത്തിന്റെ വലിയ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കാളികളാവുമ്പോൾ ഇന്നും ക്രിസ്മസ് അതിന് പ്രാധാന്യമുണ്ടെന്നും അത് ക്രിസ്മസ് ഒരു സംഭവമായി തന്നെ അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ക്രിസ്മസിനെ ആക്കുവാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ ഈ അവസരം നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് സംവദിച്ച ലിജോ ജോസഫ് അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛനെ അനുഗ്രഹിക്കണമേ, ദൈവകൃപ നിറയ്ക്കണമേ. നവ്യമായ ചിന്തകൾ കൊണ്ട് തുടർന്നും അച്ഛനെ നിറയ്ക്കുകയും അനേകർക്ക് പ്രയോജനപ്രദമായി വചനത്തിന്റെ കർത്താവെ ധന്യമായ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കണം അച്ഛനെ സഹായിക്കുകയും ചെയ്യണമേ. പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് പൂർണ്ണ സൗഖ്യവും ആശ്വാസവും ദൈവകൃപയും നൽകണമേ. കുടുംബമായി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. കർത്താവ് ലൈറ്റൻ മർത്തമ സ്റ്റഡി ഫോറത്തിന് നൽകുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. മോഡറേറ്ററായി സേവനമനുഷ്ഠിച്ച രാജീവൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കായി സ്തോത്രം. ഈ കൂടിവരവ് അനേകർക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും കർത്താവെ പുത്തൻ ഉണർവ് സമ്പാദിക്കുന്നതിനും ദൈവകൃപയോടുകൂടെ ജീവിക്കുന്നതിനും പുതിയ വർഷത്തിൽ കർത്താവെ ഉത്തമമായ ധന്യമായ കർത്താവെ ദർശനങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അത് പ്രായോഗികമാക്കുന്നതിനും ഏവരെയും സഹായിക്കണം. ഈ ദിവസങ്ങൾ, ഈ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ ഒരു വർഷം മുഴുവൻ അനുഭവിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പ്രവേശിക്കുന്ന പുതിയ വർഷവും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും കർത്താവെ പരസ്പരമുള്ള കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ പങ്കിടലിന്റെ അവസരമായി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഈ രാത്രി ഞങ്ങൾക്ക് ശാന്തമായ വിശ്രമം നൽകുകയും പ്രഭാതത്തിൽ ഉണർന്നിട്ടുണ്ടെങ്കിൽ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്താനും അങ്ങനെ ആരാധിപ്പാനും കൃപ ചെയ്യുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.